എല്ലാവർക്കും നമസ്കാരം. വീരകേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ ചരമവാർഷിക ദിനം നവംബർ 30. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് സന്ധിയില്ലാ സമരങ്ങളിൽ ഏർപ്പെട്ട കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾ പങ്കുവെക്കുകയാണ് മീഡിയ നിങ്ങളോടൊപ്പം. തീർച്ചയായും നമുക്കെല്ലാം അറിയാം, 1705 നവംബർ 30 മാനന്തവാടി മാവലാന്തപുരങ്കരയിൽ വെച്ച് വീരമൃത്യു വരിക്കുകയായിരുന്നു പഴശ്ശിരാജ എന്നാണ് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത്. അത് മറ്റൊരു ഭിന്നമായ അഭിപ്രായം കൂടി അതിനകത്തുണ്ട് താനും. അന്നത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്ന തോമസ് ആർവേ ബാബറാണ് നേതൃത്വത്തിലുള്ള സൈനികരുമായുള്ള പോരാട്ടത്തിനിടക്കാണ് വീരമൃത്യു വരിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആ പഴയ ചരിത്രത്തിനപ്പുറം നിലവിലുള്ള സാഹചര്യങ്ങളും മട്ടന്നൂരിന് സ്വാഭാവികമായിട്ടും പഴശ്ശിരാജയുമായി ഒരുപാട് അദ്ദേഹത്തിൻ്റെ നാടാണ്. അപ്പോൾ സ്വാഭാവികം ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പഴശ്ശിരാജയെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ ലേഖനം എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള കൃഷ്ണകുമാർ കണ്ണോത്താണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. അദ്ദേഹം നിലവിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. കാരണം പഴശ്ശിരാജയുടെ ചരിത്രം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ നിലവിൽ നമ്മുടെ പഴശ്ശി ഗോകുലം സർക്കാർ ഏറ്റെടുക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള തർക്കങ്ങളും ഭിന്നാഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃഷ്ണകുമാറിനോട് ചോദിക്കാം. അദ്ദേഹത്തെ ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും പരിപാടികളിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏതായാലും മീഡിയയുടെ ആയിരക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ ഈ പഴശ്ശിരാജാവിൻ്റെ ചരിത്ര അന്വേഷണം ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാൻ താല്പര്യം കാണിച്ച സംഘാടകരോടുള്ള നന്ദി ഒരു പഴശ്ശി ചരിത്രാന്വേഷി എന്നുള്ള രീതിയിലും ഒരു പഴശ്ശിക്കാരെന്നുള്ള രീതിയിലും ആദ്യമേ പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ ബാബ സൂചിപ്പിച്ചതുപോലെ പഴശ്ശിരാജാവിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം ഏറെക്കുറെ. പക്ഷേ അതിൻ്റെ ചരിത്രത്തിനുള്ളിലെ കുറേ ചരിത്രങ്ങളുണ്ടല്ലോ. നമ്മുടെ വേർഡ്സ്വർത്ത് ഒരിക്കൽ പറയുണ്ടായിരുന്നു, വി ലേൺ ഹിസ്റ്ററി ബട്ട് നത്തിങ് ഫ്രം ഹിസ്റ്ററി. നമ്മൾ ചരിത്രം പഠിക്കുന്നവരാണ്, പക്ഷേ ചരിത്രത്തിൽ നിന്നൊന്നും പഠിക്കാത്തവരാണ്. പഴശ്ശിയുടെ ചരിത്രത്തിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, ദയനീയമായ യാഥാർത്ഥ്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഈ ചോദ്യങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി മീഡിയയുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, കുഞ്ഞുനാളിൽ തന്നെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാമെന്ന് ഇഷ്ടദേവിയുടെ മുന്നിൽ വെച്ച് ദൃഢപ്രതിജ്ഞ നൽകിയ ഒരു വ്യക്തിയാണ് വീരകേരളവർമ്മ പഴശ്ശിരാജ. അന്ത്യശാസനം വരെ അത് നിലനിർത്തി പോരുകയും ചെയ്തിട്ടുണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ വീരമൃത്യുവിൽ ചില ഭിന്ന അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് അല്പം നമ്മളേതായാലും ഈ നവംബർ 30 ധീര രക്തസാക്ഷിത്വ ദിനമാണ്. പഴശ്ശിരാജാവിൻ്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറയുന്നതിന് മുമ്പായിട്ട് നജ്മ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ചോദിച്ചത് നന്നായി. ഏറെ തർക്കമുള്ളൊരു കാര്യമാണത്. കാരണം നമുക്ക് 1805 കാര്യമായ രേഖകളൊന്നും സൂക്ഷിക്കുന്ന ഒരു പതിവ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് പക്ഷേ അതുണ്ടായിരുന്നു. പാശ്ചാത്യ സംസ്കാരം അനുസരിച്ച് അവർക്ക് ഈ ചരിത്രം സൂക്ഷിക്കുന്നതിൽ വലിയ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് അധികാരികൾ എഴുതപ്പെട്ട രേഖകൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൂടാതെ ചില കേട്ടുകേൾവിയും അല്ല നാടൻ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ വയനാട്ടിലുള്ള കുറിച്ചന്മാരും ആദിവാസികളൊക്കെ അവരുടെ പാട്ടുണ്ട്. വനിതാസേല അവരുടെ ഒരു പാട്ട് കഥ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. ഒരു പുസ്തകം അദ്ദേഹം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലും നമ്മുടെ തദ്ദേശീയരൊക്കെ വിശ്വസിക്കുന്നത് മോതിരത്തിലെ വജ്രക്കല്ലിളക്കി വിഴുങ്ങി ആത്മാഹുതി ചെയ്തു എന്നുള്ളതാണ്. മോതിരത്തിലെ വജ്രക്കല്ല് വിഴുങ്ങിയാൽ മരിക്കും ഒരാൾ എന്നുള്ള കാര്യത്തിൽ ഒരു ശാസ്ത്രം പറയേണ്ട ഒരു ഉത്തരമാണ്. പക്ഷെ അത് നമ്മുടെ ആ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സങ്കല്പം, ഒരു അടിമയെ പോലെ ശത്രുവിൻ്റെ കീഴിൽ അടിപ്പെടാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസമാവാം ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു വിശ്വാസത്തിനും പ്രചാരത്തിനും കാരണം. മറ്റൊന്ന്, ചില ചരിത്രകാരന്മാർക്ക് വിശ്വാസം, ഈ രാജാക്കന്മാർക്ക് പ്രത്യേകിച്ചും ക്ഷത്രിയന്മാർക്ക് 2 തരം വാളുകൾ അവരെ കൊണ്ട് നടക്കും. ഒന്ന് ഉടവാളാണ്, മറ്റൊന്ന് പടവാളാണ്. പടവാള് പടവെട്ടാനും ഉടവാള് ആത്മരക്ഷാർത്ഥമാണ്. അപ്പം തമ്പുരാൻ മരണം ഉറപ്പായ നിമിഷം തൻ്റെ ഉടവാൾ ഉപയോഗിച്ച് ആത്മാഹുതി ചെയ്തു എന്നൊരു വിശ്വാസമുണ്ട്. അതിന് ഉപോത്ബലകമായൊരു തെളിവ് പഴശ്ശിരാജാവിൻ്റെ മൃതശരീരത്തിൻ്റെ ഒപ്പം കിട്ടിയ 2 പ്രധാനപ്പെട്ട സ്വർണ്ണ വസ്തുക്കളൊന്ന് പൊന്നരഞ്ഞാണവും ഒന്ന് ഈ ഉടവാളുമായിരുന്നു. അത് തമ്പുരാനെ കൊന്ന ക്യാപ്റ്റൻ ക്ലഫാം, സുബേദാർ ചേരൻ, കണ്ണാരമേനോൻ, അതുപോലെ തോമസ് ആർവേ ബാബറൊക്കെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തമ്പുരാൻ്റെ മൃതശരീരത്തിനടുത്തൊരു സ്വർണ്ണ പിടിയുള്ളൊരു ഇടപാടുണ്ടായതായ തെളിവുള്ളത് കൊണ്ട് അത് വിശ്വസിക്കുന്നുണ്ട്.
മൂന്നാമതൊരു കാര്യം വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു എളിയൊരു വിശ്വാസം അതിനാണ് സാധ്യത കൂടുതൽ. കാരണം ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ പഴശ്ശിരാജാവിൻ്റെ അന്ത്യനിമിഷത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കണാരമേനോൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തമ്പുരാനെ തടയാൻ വന്നപ്പോൾ ഒരു തൂക്ക് കണാരമേനോൻ്റെ നെഞ്ചിന് നേരെ ചൂണ്ടിക്കൊണ്ട് എന്നെ തൊട്ട് അശുദ്ധമാക്കാതെ മാറി നിൽക്കും മ്ലേച്ഛ എന്ന് പറയുന്നുണ്ട്. ഇത് ബ്രിട്ടീഷുകാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ശത്രുവിനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പം മാത്രമല്ല, സാധാരണ ഒരു ശത്രുവല്ല. 12 വർഷക്കാലത്തോളം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചൊരു രാജാവാണ്. ആയിരക്കണക്കിന് യൂറോപ്യൻകാരെയും അതിനേക്കാൾ കൂടുതൽ യൂറോപ്പുകാരുടെ കൊൽക്കാരൻ പോലീസുകാരെയും പട്ടാളക്കാരെയും കൊന്നൊടുക്കിയ ഒരു രാജാവാണ്. അവിടെ അഭിമാനത്തിന് പോലും ക്ഷതമുണ്ടാക്കിയ ഒരു രാജാവാണ്. എന്നിട്ടും അവരിങ്ങനെ എഴുതണമെങ്കിൽ അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ ചില കണികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ കണാരമേനോൻ എന്തുകൊണ്ടാണ് മ്ലേച്ഛ എന്നുള്ള കാര്യം നിങ്ങൾ അടുത്തൊരു ചോദ്യത്തിൽ വരുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മരണത്തെക്കുറിച്ച് മാത്രം പറയാം. ഇങ്ങനെ ഈ സമയത്ത്, അതായത് ബ്രിട്ടീഷുകാരുടെ ഒരു ജീവനക്കാരനോ ഓഫീസറായ കണാരമേനോൻ്റെ നെഞ്ചിന് നേരെ തൂക്ക് ചൂണ്ടുമ്പോൾ തമ്പുരാൻ അത് വെടിവെച്ചില്ല, അതിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു ബ്രിട്ടീഷ് ഒരു ഓഫീസർക്ക് നേരെ തൂക്ക് ചൂണ്ടുമ്പോൾ ഇത് കണ്ട ഏതൊരു കൊൽക്കാരൻ, അതായത് ക്യാപ്റ്റൻ ക്ലഫാമിൻ്റെയും തോമസ് ഹർവേ ബാബറുടെയും കൂടെ ഉണ്ടായിരുന്ന ഒരു സൈനികൻ, ബ്രിട്ടീഷ് സൈനികൻ നിറയെ ഒഴിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് സാധ്യത. അപ്പോൾ വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു പുസ്തകത്തിൽ കാണുന്ന വെടിയേറ്റിട്ടും അദ്ദേഹം വൈരക്കല്ല് വിഴുങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സാങ്കത്യം എങ്ങനെ വധിക്കപ്പെട്ടു എന്നുള്ളതിലല്ല, പഴശ്ശിരാജാവിൻ്റെ മരണത്തെക്കുറിച്ചല്ല നമ്മൾ ശരിക്കും തർക്കിക്കേണ്ടത്. അദ്ദേഹം നമുക്ക് തരുന്ന സന്ദേശത്തെക്കുറിച്ചാണ്, ജീവിതത്തെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും ഈ കൽപ്പള്ളി കരുണാകര മേനോനോട് മ്ലേച്ഛൻ എന്ന് പറയുന്നത് ഒറ്റുകാരനായിരുന്നു എന്നാണ്. അതെ അതെ അതെ. അത് കൽപ്പള്ളി കണാരമേനോൻ നമ്മൾ സിനിമയിലാണ് അദ്ദേഹത്തെ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ചൊരു വിഷയം. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം പഴശ്ശിരാജാവിനേക്കാൾ 20 വയസ്സ് താഴെയുള്ള ഒരാളാണ് കണാരമേനോൻ. മാത്രമല്ല 1834 കണാരമേനോൻ പെൻഷൻ പറ്റുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് എഴുതുന്ന ഒരു കത്തിൽ കഴിഞ്ഞ 33 വർഷം ഞാൻ സേവനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണാരമേനോൻ 1881 യഥാർത്ഥത്തിൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാവുന്നത്. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുന്നത് കണ്ണൂർ കോട്ടയിൽ വെച്ച് ചിത്രീകരിച്ചൊരു രംഗത്ത് പഴശ്ശിരാജാവ് 1797 ഒരു സന്ധിയിൽ ഏർപ്പെടുന്നുണ്ട്. ആ സന്ധിയിൽ ഏർപ്പെടുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ചില സംഭാഷണങ്ങൾക്ക് ട്രാൻസ്ലേഷൻ തർജ്ജമ ചെയ്യുന്നത് കണാരമേനോനാണ്. അത് ചരിത്രത്തിൻ്റെ ഒരു നിരാശമാണ്. പക്ഷേ നമ്മൾ സിനിമയിൽ അത്രയും മൈന്യൂട്ടായ കാര്യങ്ങൾ ഒരു പക്ഷേ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്കേ അറിയുന്നുള്ളൂ. അത് സിനിമയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞില്ല. ഈ മ്ലേച്ഛ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയാണ് ഒരു പക്ഷേ പഴശ്ശിരാജാവിൻ്റെ ചരിത്രം എന്താണ് വളരെ പ്രസക്തമാകുന്നത് ചോദിക്കാൻ കാരണം. 1700-800 എന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 19-ാം നൂറ്റാണ്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ ജാതീയത കുടികുത്തി വാഴുന്ന കാലമാണ്. ഈ മേനവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സവർണ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആളാണ്. തമ്പുരാൻ പഴശ്ശിരാജാവ് ആരുടെ കൂടെയാണ് കഴിയുന്നത്? വയനാട്ടിലും കണ്ണവത്തൊക്കെ ആദിമ നിവാസികളുടെ കൂടെയാണ്. കുറിച്യരും കുറുമ്പനും മറ്റ് വളരെ ആദിവാസികളായ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ കൂടെ അന്തിയുറങ്ങുകയും അവർ വെച്ച് വിളമ്പുന്ന ആഹാരം വെള്ളം കൊടുത്ത് കഴിക്കുന്ന ഒരാൾ. മിശ്ര ഭോജനം അല്ലേ? നമ്മൾ പയ്യങ്കാളിയും അയ്യപ്പനൊക്കെ നവോത്ഥാന കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായി മാറുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. മിശ്ര ഭോജനവും സഹജീവിതമൊക്കെ. പക്ഷേ അത് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ വർഷം മുമ്പേ തമ്പുരാൻ ഇവരുടെ കൂടെ കഴിഞ്ഞു. അപ്പോൾ അവരോടൊരു മ്ലേച്ഛിത്രമില്ലാതെ മേനോവൻ എന്ന അക്കാലത്തെ സവർണനായ ഒരാളോട് മ്ലേച്ഛൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലാണ് മ്ലേച്ഛിത്രം. ഒരുപക്ഷെ പുതിയ കാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു രാജ്യദ്രോഹി, രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെല്ലാവരും മ്ലേച്ഛന്മാരാണ്. അല്ലാതെ ജന്മം കൊണ്ട് കറുത്തവനായതുകൊണ്ടോ അല്ലെങ്കിൽ ജനിച്ചത് താഴ്ന്ന ജാതിയിലായതുകൊണ്ടോ ഒരിക്കലും അത് മ്ലേച്ഛന്മാരാവുന്നില്ല എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അതിലൂടെ വരുന്നത്. ഈ കണാരമേനോനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ടൊരു ഡോക്ടർ പ്രേമ ജയകുമാറിൻ്റെ ഒരു പുസ്തകം എഴുതിയിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ കണാരമേനോൻ എന്ന് പറഞ്ഞിട്ട്. അതിലും ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊരു പക്ഷേ ചോദ്യത്തിൻ്റെ ഒടുവിൽ നമ്മളെ ശങ്കരവർമ്മയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ അത് കൂടുതൽ സംസാരിക്കാൻ തോന്നും. തീർച്ചയായും ഇപ്പം പറഞ്ഞതിലൊരു പൊരുളെന്താ വെച്ചാൽ കൽപ്പള്ളി കരുണാകരനെ മ്ലേച്ഛൻ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ നിറമോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, ജാതിയോ അല്ലെങ്കിൽ മതമോ അടിസ്ഥാനം നമ്മുടെ നിലപാടും നമ്മുടെ വഴികളുമാണെന്നുള്ളത് അല്ലേ? 1805 പിന്നെ പഴശ്ശിരാജ പറഞ്ഞത് അതൊന്നും പ്രസക്തമാണ്. മ്ലേച്ഛന്മാരോട് കൂടി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലും കൂടി അത് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പം ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ അനധികൃതമായിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഭരിക്കാനോ നികുതി പിരിക്കാനോ അവർക്ക് അധികാരമില്ല. അപ്പോൾ അങ്ങനെ അധികാരമില്ലാത്ത ഒരാളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവരൊക്കെ മ്ലേച്ഛന്മാരാണ്. ഇന്ന് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യദാർഢ്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്നവരെല്ലാവരും മ്ലേച്ഛന്മാരാണ്. അതുപോലെ നമുക്കറിയാം കേരളവർമ്മ പഴശ്ശിരാജ ജനിച്ചത്, മരണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് ജനിച്ചത് കോട്ടയം
രാജവംശത്തിലാണ്. അതെ അതെ. പക്ഷേ അദ്ദേഹം ആ രാജവംശത്തെ പൊരുളീശ്വരൻ എന്ന് കൂടി പറയുന്നു. അതെ. അതിൻ്റെ അതായത് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി കറിയാം, കുറച്ചും കൂടി ആമുഖമായിട്ടൊന്ന് പറയണം. കാരണം നമുക്ക് ഒരുപക്ഷെ കേൾക്കുന്ന പ്രേക്ഷകരായിട്ട് കേൾക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. 1956 നവംബർ 1 നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. അത് 2 പ്രദേശങ്ങളിൽ കൂടി ചേർന്നിട്ടാണ്, തിരുകൊച്ചിയും മലബാറും. മലബാർ അതുവരെ നമ്മൾ കണ്ണൂർക്കാരൊക്കെ മദ്രാസ് സംസ്ഥാനക്കാരാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേക്കും നമ്മൾ മദ്രാസികളാണ്. മലബാർ കേരളത്തോട് ചേരുന്നത് 1956 മാത്രമാണ്. തിരുകൊച്ചി എന്നുള്ളത് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്നിട്ടാണ്. അത് 1949 തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേരുന്നത്. അവിടെ ഹൈക്കോർട്ട് കൊച്ചിക്ക് കൊടുക്കുന്നു, തലസ്ഥാനം തിരുവിതാംകൂറിന് കൊടുക്കുന്നു. അതൊക്കെ നമുക്ക് അറിയാം, കേരള ചരിത്രം അറിയാം. അതിനു മുൻപേ, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ കാലത്ത് തന്നെ കേരളം 4 നാടുകളാണ്. മലബാർ 2 നാടുകളാണ്, കോഴിക്കോടും കോലത്ത് നാട്. അപ്പോൾ കേരളം മൊത്തത്തിൽ 4 നാടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. തെക്ക് തിരുവിതാംകൂർ, മധ്യ കേരളത്തിലെ കൊച്ചി, വടക്ക് കോഴിക്കോടും അതിന് മേലെ കോലത്ത് നാട്. നമ്മൾ കോലത്ത് നാടാണ്. ഈ കോലത്തിൻ്റെ നാടാണ്, അല്ലെങ്കിൽ കോലങ്ങളുടെ നാട്, അങ്ങനെയൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട്. തെയ്യക്കോലങ്ങളുടെ നാട്, കോലം തോണിയുടെ ഒരു ചിഹ്നമാണ്. എന്തായാലും ഏഴിമല, നമ്മുടെ നേവൽ അക്കാഡമിയിലെ ഏഴിമലയിലാണ് കോലത്ത് നാടിൻ്റെ ആസ്ഥാനം, ക്യാപിറ്റൽ. രാമഘട്ടമൂഷകൻ, അത് നല്ല ചരിത്ര ഗ്രന്ഥമുണ്ട്. അതുലൻ എന്ന ഒരു സാഹിത്യകാരൻ എഴുതിയ മൂഷകവംശകാവ്യം, ശ്രീകണ്ഠ പെരുമാളിൻ്റെ ശ്രീകണ്ഠാപുരം സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ മൂഷകവംശകാവ്യം 118 റൂളേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏഴിമല ആസ്ഥാനമാക്കി ഈ കോലത്തിരിമാർ ഭരിച്ചു. അവർ ക്ഷയിച്ചപ്പോൾ, പ്രത്യേകിച്ചും ബേക്കൽ കോട്ട ശക്തി പ്രാപിച്ചു, ഇക്കേരി നായക്കന്മാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ തെക്കോട്ടേക്ക് വന്നു. ചിറക്കലിൽ കടലായി ക്ഷേത്രത്തിനടുത്ത് ചിറക്കൽ കോവിലകമായി. അപ്പോൾ കോലത്ത് നാട്ടിനുള്ളിൽ കുറേ കോവിലകങ്ങൾ, രാജവംശങ്ങളുണ്ട്. അതൊന്ന് ചിറക്കലാണ്, അറക്കലാണ്, കോട്ടയമാണ്, കുറുമ്പ്രനാടാണ്, കടുത്തനാടാണ്, നീലേശ്വരമാണ്, അള്ളടമാണ്. ഇങ്ങനെ ഒരു 6-7 ചെറുതും വലുതുമായ രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രാജ്യം കോട്ടയമാണ്. കടൽ തീരമില്ലാത്ത കുരുമുളകിൻ്റെ നാട്. കൊട്ടനാര എന്നുള്ളത് കുരുമുളകാണ്. അതുപോലെ കോട്ടയകത്തുള്ള രാജ്യം, പുരളിമലയുടെയും പശ്ചിമഘട്ടത്തിൻ്റെയും ഇടയിൽ, കോട്ട പോലത്തെ അതിന് ഇടയിലുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ കോട്ടയകത്തുള്ള രാജ്യം. ഈ കോട്ടയം രാജ്യത്തിൻ്റെ ആദ്യ കേന്ദ്രം രഞ്ജിബ സൂചിപ്പിച്ചതുപോലെ പുരളിമലയാണ്. പുരളിമലയിലെ രാജാവ് ഹരിശ്ചന്ദ്ര പെരുമാളാണ് പുരളീശ്വരൻ എന്ന് പറയുക. കോകില സന്ദേശത്തിലും തിരുനെല്ലിച്ചപ്പേടിലൊക്കെ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, പുരളീശ്വരൻ അല്ലെങ്കിൽ ഹരിശ്ചന്ദ്രനാമ കുലുത്ഭവൻ എന്നൊക്കെ വന്ദന ശ്ലോകത്തിലും കഥകളിയുടെ വന്ദന ശ്ലോകത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുരളിമല നമുക്ക് എല്ലാവർക്കും അറിയാം. പശ്ചിമഘട്ടത്തിൽ അതിന് ക്രോസ് ആയിട്ട് നിൽക്കുന്നൊരു 10-13 നാഴിക നീളത്തിലുള്ളൊരു വലിയ മലയാണ്. ആ മലയുടെ മേലെ ഹരിശ്ചന്ദ്രൻ 11-ാം നൂറ്റാണ്ടിലാണ് തിരുനെല്ലിച്ചപ്പേടിൽ പറഞ്ഞത്. ഹരിശ്ചന്ദ്രൻ്റെ കാലം 9-ാം നൂറ്റാണ്ടാണോ 4-ാം നൂറ്റാണ്ടാണോ എന്നൊക്കെ തർക്കമുണ്ട്, നമുക്കതിലേക്കൊന്നും പോകണ്ട. അവിടെ തൊട്ട് താഴ്വാരത്തിൽ ഒരു ക്ഷേത്രമുണ്ട്, ഇപ്പോൾ വളരെ പ്രസിദ്ധമായ മുഴക്കുന്ന ക്ഷേത്രം. അവിടെ കോട്ടയം കോവിലകത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങളെന്ന് കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ 3 ഭാഗങ്ങളിൽ, തെക്ക് ഭാഗത്ത് തെക്കേ കോവിലകം, പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറേ കോവിലകം, കിഴക്ക് ഭാഗത്ത് കിഴക്കേ കോവിലകം. 3 സഹോദരിമാർ അവിടെ കോവിലകങ്ങൾ എടുത്ത് താമസിച്ചു. ഈ കോവിലകങ്ങൾ അതിനുശേഷം മുഴക്കുന്നാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. കൂത്തുപറമ്പ് കണ്ണൂരേക്ക് പോകുന്ന വഴിക്കുണ്ടല്ലോ, തൃക്കൈക്കുന്ന്, കിണവക്കൽ, അവിടെയാണ് കിഴക്കേ കോവിലകം. തെക്കേ കോവിലകം ചാവശ്ശേരിയിലേക്കാണ്, എലിപ്പറ്റ മാളികത്താഴത്ത് കോവിലകം. അത് പിന്നീട് കൂത്തുപറമ്പിലേക്ക് വന്നു. പടിഞ്ഞാറേ കോവിലകമാണ് പഴശ്ശിയിലേക്ക് വരുന്നത്. ഈ പഴശ്ശിയിലാണ് നമ്മുടെ യുദ്ധം ചെയ്ത കേരളവർമ്മ പഴശ്ശി രാജാവ്. അപ്പോൾ ഈ പഴശ്ശിരാജാവിൻ്റെ ആ പഴയ കോവിലകം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നശിപ്പിച്ച് അടിയോടെ നശിപ്പിച്ചിട്ടാണ് തലശ്ശേരി കുടക് റോഡ് നിർമ്മിച്ചത്. അതിനുശേഷമാണ് അതിൻ്റെ പിൻതലമുറക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ഇപ്പോഴുണ്ടാകുന്ന കോവിലകം, അല്ലേ? അപ്പോൾ ആ കോവിലകത്തെ ആ പിൻതലമുറക്കാരെന്ന നിലയിൽ ആരൊക്കെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്? ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും അവകാശികളായിട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ബാബക്ക് അതിനോട് അനുബന്ധമായി ചോദിച്ചോളൂ. അത് രണ്ടും കൂടി ഒരു ഉത്തരം പറയുന്നതാണ് നല്ലത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ സ്വാഭാവികം നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ ഞാൻ പൊതുവെ വിചാരിക്കുന്നത്, നമ്മൾ പൊതുവിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഇത്തരം ആളുകളെ ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളോട് പുറത്തുനിന്ന് ആളുകൾ സംസാരിക്കുന്ന ഒരു വിഷയം, അത് ഈ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അത് ഉപയോഗപ്പെടുത്തി നമ്മൾ പുറത്തുനിന്ന് പരദൂഷണമാണ്. അപ്പോൾ ഞാനത് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ 1805 യഥാർത്ഥത്തിൽ പഴശ്ശിരാജ മരണപ്പെടുന്നത്. പിന്നീട് 98 വർഷത്തിന് ശേഷം, അതായത് 1903 നിലവിലെ പഴശ്ശി കോവിലകം ഉണ്ടാവുന്നത്. അപ്പോൾ പലരും ഇപ്പം കിരുകണിയുടെ ഒരു ലേഖനത്തിലൊക്കെ, പത്രത്തിൽ ലേഖനത്തിലൊക്കെ പറയുന്നത് വെച്ചാൽ, പഴശ്ശി
രാജ്യവുമായി അതിനൊരു ബന്ധമില്ല. കാരണം 100 വർഷത്തിന് 98 വർഷത്തിന് ശേഷമുള്ള കോവിലകമാണ്. പക്ഷേ പിന്നെ എങ്ങനെയാണ് അവർ തമ്മിലൊരു കണക്ഷൻ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം തീർച്ചയായിട്ടും അത് ആ കാരണം കൊണ്ട് തന്നെ അത് ചോദ്യത്തിലെടുത്ത് ഇനിയും പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അതെ, തീർച്ചയായിട്ടും അത് ശരിയാണ്. ഇപ്പം നമ്മൾ പഴശ്ശിക്കോവിലക ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിയമസഭയിലൊരു പരാമർശം ഉണ്ടായെന്ന് കേൾക്കുന്നുണ്ട്. അതായത് പഴശ്ശിരാജാവ് ജനിച്ച കോവിലകമല്ല പഴശ്ശിക്കോവിലകം. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് സർക്കാർ ഏറ്റെടുക്കുന്നത് ഒരിക്കലും തടസ്സമല്ല അത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1805 നവംബർ 30 പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ടതിന് ശേഷം തമ്പുരാൻ്റെ ആ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തമ്പുരാൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 മരുമക്കൾ, രവിവർമ്മയും വീരവർമ്മയും, അവരെ തമ്പുരാൻ നാട്ടിലേക്ക്, സിനിമയിൽ അത് വ്യക്തമായിട്ട് കാണാം, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്. ആ സിനിമയിൽ കാണുന്നത് പോലെയല്ല. കാരണം അവർ അഭയം പ്രാപിക്കുന്നത് പാലക്കാട്ട് കല്ലടിക്കോട്ട് കോവിലകത്താണ്. പാലക്കാട്ട് പടിഞ്ഞാറ് കോവിലകമുണ്ട്, സാമൂതിരിയുടെ. ഈ കല്ലടിക്കോട്ട് കോവിലകക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും ഒളിവിൽ അവിടെ നിന്നാണ് ഈ ബ്രിട്ടീഷുകാർ ഇവർ രണ്ടുപേരെയും പിടിക്കുന്നത്. അങ്ങനെ പിടിച്ച് അവരെ മാപ്പ് സാക്ഷികളാക്കി ഡിണ്ടിക്കൽ കർണാടകത്തിലെ ഡിണ്ടിക്കലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പിന്നീട് നമുക്ക് കാണുന്നില്ല അവരെ. അതുപോലെ ഈ അഭയം നൽകിയ രാജാവിനെയും പിന്നെ കാണുന്നില്ല. ബ്രിട്ടീഷുകാർ കൊന്നിട്ടുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ പഴശ്ശിരാജാവ് തൻ്റെ മരണശേഷം യുദ്ധം തുടരണമെന്ന് ആഗ്രഹിച്ചു, മരുമക്കളിലൂടെ യുദ്ധം തുടരണമെന്ന് ആഗ്രഹിച്ചു. സിനിമയിൽ അവർ കരയുമ്പോഴോ നിങ്ങൾ വേണമെങ്കിൽ കരഞ്ഞോളൂ, എൻ്റെ നാടിനെ ഓർത്ത് നോക്കെ പഴശ്ശിരാജാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ധീരന്മാർ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ പഴശ്ശിക്ക് ശേഷം അന്നുണ്ടായിരുന്ന പഴശ്ശിയുടെ രോഗിയായ ഭാര്യ കൈതേരി മാക്കം കെട്ടിലമ്മയും പിന്നെ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നു, കുട്ടികളും സ്ത്രീകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പഴശ്ശിയിലേക്ക് വന്നു. പഴശ്ശിയിൽ വന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ കുടുംബക്കാരുടെ അടുത്തേക്ക് പോകും. അവർ കൂത്തുപറമ്പിലേക്ക് പോയി. കിഴക്കേ കോവിലക അവിടെയുണ്ട്. പക്ഷേ കിഴക്കേ കോവിലകക്കാർ ഇവരെ സ്വീകരിച്ചില്ല. അതിന് നമുക്ക് കിഴക്കേ കോവിലകക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ സുഹൃത്തുക്കളുടെ സൗഹൃദം നേടുക ശത്രുതയാണ്, അല്ലേ? അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെയാണ്. നേരെ വിപരീതം, സുഹൃത്തിൻ്റെ സുഹൃത്ത് ശത്രുവായിട്ട് മാറി വരുന്ന ഒരു സിറ്റുവേഷനിൽ കോട്ടയം കിഴക്കേ കോവിലകക്കാർ ഇവരെ കൈയൊഴിഞ്ഞു. മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം പൊതുവേ ഈ 3 കോവിലകം ഉണ്ടല്ലോ, തെക്കും കിഴക്കും പടിഞ്ഞാറും. ഈ പടിഞ്ഞാറേ കോവിലകക്കാരിൽ മാത്രമാണ് യുദ്ധം ചെയ്തവർ. ഇപ്പം കിഴക്കേ കോവിലകത്തിൻ്റെ ഉടമസ്ഥതയിൽ തൃക്കൈക്കുന്നൂർ ക്ഷേത്രമുണ്ട്, അതുപോലെ തലശ്ശേരി തിരുവങ്ങാട് ക്ഷേത്രമുണ്ട്. അതൊരു ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാർ അത് അറ്റാക്ക് ചെയ്തിട്ടില്ല. കാരണം അവർ കമ്പനിയുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. അതേസമയത്ത് പഴശ്ശിരാജാവിൻ്റെ അമ്പലമായ പഴശ്ശി ക്ഷേത്രവും ശിവരൻ ക്ഷേത്രവും തുടിക്കുളം ക്ഷേത്രവും ഒക്കെ തകർത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പൊതുവേ ബ്രിട്ടീഷുകാരോട് സൗഹൃദമായിരുന്നു. മറ്റൊന്ന്, പഴശ്ശിയുടെ പിൻഗാമികളെ സംരക്ഷിച്ചാലുണ്ടാകുന്ന ഒരു ഭയം, അതുകൊണ്ട് അവർ വിട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയഴിപ്പിച്ച അല്ലെങ്കിൽ ജീവിച്ച ഒരാളുടെ പിൻഗാമികൾ തീർത്തും അനാഥരായി, അക്ഷരാർത്ഥത്തിൽ അനാഥരായി. അവർക്ക് ഈ ബ്രിട്ടീഷുകാരുടെ അനക്സേഷൻ പോളിസി ഉണ്ട്, കൂട്ടിച്ചേർക്കൽ നയമുണ്ട്. പഴശ്ശിരാജാവിൻ്റെ പേരിലുള്ള എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും ബ്രിട്ടീഷുകാർ കണ്ടുകിട്ടി. പക്ഷെ അന്ന് കണ്ടുകെട്ടാൻ പറ്റാത്തൊരു സ്വത്തുണ്ട്, അത് ബ്രഹ്മസ്വം ഭൂമിയും ദേവസ്വം ഭൂമിയാണ്. ബ്രഹ്മസ്വം എന്ന് ബ്രാഹ്മിൺസിൻ്റെ, ദേവസ്വം ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ക്ഷേത്രം ശിവവിഷ്ണു ക്ഷേത്രത്തിൽ, പഴശ്ശിയിലുള്ള ക്ഷേത്രം ശ്രീകൃഷ്ണ മതിലകം ദേവസ്വം എന്നാണ് പറയുക. ഈ ദേവസ്വത്തിൻ്റെ അമ്പലപ്പറമ്പിൽ ഈ പിൻഗാമികൾ കുടിലുകെട്ടി താമസിച്ചു 1805 ശേഷം. 1806 പഴശ്ശി കലാപം തീർന്നു. 1812 കുറിച്ചി കലാപം തീർന്നു. പിന്നെ കലാപങ്ങളേ ഇല്ല. ആകെ അവശേഷിക്കുന്ന ഒരു രാജാവ് കൂടി മരിച്ചതോടുകൂടി ബ്രിട്ടീഷുകാരിവിടെ സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ എങ്ങനെ ജീവിച്ചു നമുക്ക് ആർക്കും അറിയില്ല. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടാവണം പഴശ്ശിയുടെ പിൻഗാമികൾ. അവരെക്കുറിച്ച് നമ്മൾ അറിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നല്ലൊരു കലക്ടർ നമുക്ക് മലബാറിന് ലഭിച്ചു. അത് വില്യം ലോഗനാണ്. അയാൾ ചരിത്രകാരനാണ്, നല്ലൊരു മാനുഷിക ഗവേഷകൻ കൂടിയാണ് അദ്ദേഹം. 1885 കലക്ടറായിട്ട് ചുമതലയേറ്റപ്പോൾ അദ്ദേഹം ഒരു എൻക്വയറി നടത്തി. പഴശ്ശിയുടെ സ്വത്തെല്ലാം കണ്ടുകെട്ടിയിരുന്നു. ആ പഴശ്ശിയുടെ പിൻഗാമികൾ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു, എന്തെങ്കിലും സഹായം ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായാൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാണോ എന്നൊരു അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിന് പക്ഷേ പ്രതികരിച്ചത് കൂത്തുപറമ്പിലെ കിഴക്കേ കോവിലകക്കാരാണ്. യുദ്ധത്തിൽ ഒരു പങ്കുമില്ലാത്ത കിഴക്കേ കോവിലകത്തുകാരാണ്. വില്യം ലോഗൻ വലിയൊരു തുക അനുവദിക്കുകയും, പക്ഷേ കിഴക്കേ കോവിലകക്കാർ ആ തുക 3 ആക്കി ഭാഗിച്ചു. തെക്കും കിഴക്കും പടിഞ്ഞാറും ഭാഗിച്ചു. അതിൽ 1/3 ഷെയർ പടിഞ്ഞാറേ കോവിലകത്തിന് കിട്ടി. അപ്പോൾ ശങ്കരവർമ്മയുടെ മുത്തശ്ശൻ, അതായത് കുഞ്ഞലക്ഷ്മി തമ്പുരാട്ടിയുടെ അച്ഛൻ, വട്ടക്കയം ഭാഗത്തുള്ളൊരു തിരുമേനിയായിരുന്നു, നമ്പൂതിരി ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ പറമ്പിലെ കുറേ ജാതി മരങ്ങളും ഈ വില്യം ലോഗൻ കൊടുത്ത പണം ഉപയോഗിച്ചിട്ട് 1900 പഴശ്ശിയിൽ കോവിലകം ഉണ്ടാകുന്നത്. ബാബ പറഞ്ഞ പോലെ 1903 ആ കോവിലകം സ്ഥാപിതമായി. അപ്പോൾ തീർച്ചയായിട്ടും പഴശ്ശിരാജാവ് ജനിച്ചത് 1753. അതിന് 1.5 നൂറ്റാണ്ടിന് ശേഷമാണ് പഴശ്ശിയിൽ കോവിലകം ഉണ്ടാകുന്നത്. അവിടെ പഴശ്ശിരാജാവ് ജനിക്കില്ല എന്ന് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം,
പഴശ്ശിരാജാവ് ജനിക്കണം എന്ന് നിർബന്ധമുണ്ടോ അത് സ്മാരകമാക്കി മാറ്റാൻ? അതെ. അല്ലേ? അവിടെ പഴശ്ശിരാജാവിൻ്റെ മരുമക്കള് ശങ്കരവർമ്മ ജനിച്ചത് അവിടെയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മ ജനിച്ചത് അവിടെയാണ്. ശങ്കരവർമ്മ ഒരു സംഗീതജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെ ചെമ്പൈ ഭാഗവതരൊക്കെ അവിടെയായിരുന്നു. പഴശ്ശി മേഖലകളിലും മുഴുവനും പീരങ്കി ലഭിച്ചിട്ടുണ്ട്, വെടിച്ചീലുകൾ ലഭിച്ചിട്ടുണ്ട്. പഴശ്ശിയിലെ പഴശ്ശിരാജാവിൻ്റെ ഇപ്പോഴത്തെ വീട് എന്ന രീതിയിൽ സ്മാരകമാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പഴശ്ശിക്കോവിലകം പഴശ്ശിരാജാവ് ജനിച്ചതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പഴശ്ശിക്കോട്ട എവിടെ ഉണ്ടായിരുന്നു? 1903 മുമ്പേ 1796 ബ്രിട്ടീഷുകാർ ആക്രമിച്ച പഴശ്ശിക്കോട്ടയുണ്ട് അവിടെ. അത് ആ മൈതാനത്തിന് ബഡ്സ് സ്കൂൾ നിൽക്കുന്ന ആ കുളത്തിൽ നഗരസഭയുടെ പഴശ്ശി സ്മൃതി മന്ദിരത്തിന് അവിടെയുള്ളൊരു വലിയ കോട്ടയായിരുന്നു. അത് കോട്ട എന്ന് മാത്രമല്ല, കോവിലകം കൂടി ചേർന്നതാണ്. കാരണം അതിനകത്തൊരു കിണറുണ്ടായിരുന്നു. അകത്ത് കിണറുണ്ടെങ്കിൽ അവിടെ താമസം ക്ഷത്രിയന്മാർ രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ടോ എന്നതിൻ്റെ അർത്ഥം. പുറത്തുള്ളതാണ് കൊള്ളം. അവിടെ 1797 മുതൽ 1801 വരെ, അതായത് ഒന്നാം പഴശ്ശി യുദ്ധത്തിനും രണ്ടാം പഴശ്ശി യുദ്ധത്തിനും ഇടയിലുള്ള സീസ് ഫയർ, യുദ്ധമില്ലാതിരുന്ന കാലം മുഴുവനും 3 വർഷക്കാലത്തോളം പഴശ്ശി രാജാവ് രാജകീയമായിട്ട് അവിടെ താമസിച്ചിരുന്നു. കോട്ടയത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു അവിടെ. 1500-നും 2500-നും ആളുടെ കൂടെ അകമ്പടിയോ, നമ്മൾ നോക്ക്, 1500 പേരുടെ അകമ്പടിയോടുകൂടി രാജാവിൻ്റെ എഴുന്നള്ളത്തിനെ കുറിച്ച് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. എന്തായിരിക്കും ആ ഒരു പൗരുഷം, ഒരു വരവേൽപ്പ്, സ്വീകാര്യത, അല്ലേ? 1500 പേരാണ്. മട്ടന്നൂർ വഴിയാണ് ചാത്തപ്പൻ നമ്പ്യാരുടെ ആണ് ഇവിടുത്തെ ആൾ. മരുതായിലൊരു എളമ്പിലാൻ എന്ന് പറഞ്ഞൊരു പഴശ്ശിയുടെ യോദ്ധാവുണ്ടായിരുന്നു. ഇരിക്കൂറിലേക്കൊക്കെ യാത്ര എങ്ങനെയാണ്? കുതിരപ്പുറത്തൊന്നും അല്ല പോവുക. അപ്പോൾ അവിടെ ഈ സൈനികർക്കും മറ്റൊക്കെ താമസിക്കാൻ പഴശ്ശി മഠം ഉണ്ടായിരുന്നു. അവിടെയും യുദ്ധദേവതയായ ശ്രീപോർക്കൽ ഇന്നും ആരാധിച്ചു വരുന്നുണ്ട്. അപ്പോൾ പഴശ്ശി വളരെ ഇന്നത്തേനേക്കാൾ എത്രയോ തിരക്ക് പിടിച്ച ഒരു വലിയ നഗരമായിരുന്നു 1793 കാലത്ത്. ഇപ്പം പറഞ്ഞ നമ്മുടെ ഈ പഴശ്ശിയുടെ യാത്ര പോകുന്ന സമയത്ത് മരുതായിൽ ഒരാളെ കുറിച്ച് പറഞ്ഞു. അതെ, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അതിൻ്റെ ഒരു സംഭവിച്ചാൽ മട്ടന്നൂരും ഈ ഭാഗത്തുള്ള നമ്മൾ, ഇൻക്ലൂഡിങ് ഞാനും ബാബയും നജ്മയും ഒക്കെ ഈ പഴശ്ശിയുടെ പടയാളികളുടെ പിൻഗാമികൾ തന്നെയാണ്. സാധിക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ ആർലം സ്കൂളിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ആർലത്ത് കുട്ടിപ്പൻ നമ്പ്യാർ എല്ലാ രേഖകളും, പഴശ്ശിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും, ബ്രിട്ടീഷുകാരുടെ രേഖകളിലും നമ്മുടെ നാട്ടുകാർ എഴുതിയ പുസ്തകത്തിലൊക്കെ ആളുടെ പേരുണ്ട്. യോദ്ധാവാണ്, അഭിമന്യുവിനെ പോലെ പോരാടി എന്നാണ് പറഞ്ഞത്. പഴശ്ശിരാജാൻ്റെ അവസാന നിമിഷം റെസിസ്റ്റ് ചെയ്ത് കുട്ടിപ്പൻ നമ്പ്യാരായിരുന്നു. പക്ഷേ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അറിയോ ഈ കുട്ടിപ്പൻ നമ്പ്യാരെ? ആർലം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു 4-5 വർഷം മുമ്പ് പഴശ്ശി അനുസ്മരണത്തിന് പോയപ്പോൾ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. അവിടുത്തെ രക്ഷിതാക്കളെ കുറിച്ചുണ്ടായിരുന്നു, ആർക്കും അറിയില്ല. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് പോലും അറിയില്ല. ഈ ചാത്തപ്പൻ നമ്പ്യാർ ഇവിടെ മട്ടന്നൂർ എവിടെയാണെന്ന് നമുക്കറിയില്ല. ഈ മരുതായിലുണ്ടായിരുന്ന എളമ്പിലാൻ എന്ന ഒരു തറവാട്ട് ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടായേക്കാം. അവരുടെ നമ്മൾ പൊതുവേ മലയാളികളുടെ, ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകം വെച്ചാൽ ഈ പാരമ്പര്യത്തെക്കുറിച്ച് അറിയില്ല. നമ്മൾ എങ്ങനെ ചരിത്രം, നജ്മ ചോദിക്കട്ടെ, നിങ്ങളുടെ മുത്തശ്ശൻ്റെ അച്ഛൻ്റെ പേര് അറിയോ നിങ്ങൾക്ക്? എനിക്കും അറിയില്ല. പക്ഷേ യൂറോപ്യൻ സംസ്കാരം അങ്ങനെയല്ല. ഇംഗ്ലീഷുകാർ 4 യൂറോപ്പുകാർ വന്നു, പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും. ഈ ജർമ്മനിക്കാർ വന്നിട്ട് കൊണ്ടുപോയത് നമ്മുടെ പത്തായപ്പുരകളിൽ താളിയോല കെട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലകളെക്കുറിച്ച് ഓർക്കുന്നൊരു ശീലം നമുക്ക്, നമ്മുടെ കുഞ്ഞുണ്ണി മാഷ പറഞ്ഞ പോലെ ഇന്നലകൾക്ക് ഇന്നലകളുണ്ടായിരുന്നു, നാളെകൾക്ക് നാളെകളും ഉണ്ടാകും, പക്ഷേ ഇന്നിനൊരു ഇന്നില്ല. ഷേക്സ്പിയർ പറഞ്ഞ പോലെ യെസ്റ്റർഡേ ഈസ് ഗോൺ, ടുമോറോ ഈസ് യെറ്റ് ടു ബിക്കം, സോ ടുഡേ ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ഡാൻസ്. അതാണ് നമ്മുടെ ഒരു രീതി. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, പൊതുവേ നമ്മളൊക്കെ ഇങ്ങനെ പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലാണ് ഇപ്പോൾ നിലവിൽ. അതെ അതെ, നമ്മുടെ പിന്നിലുള്ള ഒരാളുടെ ശക്തിയാണ് ഇത് മുന്നിലേക്ക് വരുന്നത്, ക്യാമറമാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ. അപ്പോൾ സ്വാഭാവികം ഞാനിപ്പോൾ പരിപാടി ചെയ്യുമ്പോൾ അവരാണ് ഇതിൻ്റെ മുൻനിരയിലേക്ക് വരേണ്ടത് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം, പറയാം. തീർച്ചയായിട്ടും. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം മാഷ് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് അയാൾ ആരായിരിക്കും. അപ്പോൾ അത് സ്വാഭാവികം ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടോ. നമുക്ക് നമ്മുടെ പാശ്ചാത്യ സംസ്കാരം ആയിരുന്നുവെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഇന്നും അവരുടെ ഫാമിലി ഹിസ്റ്ററി അവരെ സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഫാമിലി ട്രീ എന്നൊരു സംഭവമുണ്ട്. ഇപ്പം കൊച്ചി രാജാവിൻ്റെ ഒരു അതിഥിയായിട്ട് എനിക്ക് പോകാനൊരു ഭാഗ്യമുണ്ട്. പൂർണ്ണത്രേശ്വര ക്ഷേത്രോത്സവത്തിൻ്റെ സമയത്ത് കൊച്ചി രാജകുടുംബാംഗങ്ങൾ മാത്രം ആ ഉത്സവം കാണുന്ന ഒരു കെട്ടുമാളിക എന്നുള്ളൊരു സംഭവമുണ്ട്. ആ കെട്ടുമാളികയുടെ പിറകിലെ ചുമര് ടൈൽ പതിച്ചതാണ്. അവിടെ 1341, അതായത് കൊച്ചി പുതുവെപ്പിലൂടെ കൊച്ചി രാജ്യമുണ്ടായ വർഷം മുതൽ ഈ വർഷം വരെ 2017 കാലം വരെയുള്ള ആളുകളുടെ ഹെയറാർക്കി അതേപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. ആ കെട്ടുമാള പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ ഈ ക്ഷത്രിയ രാജകുടുംബാംഗങ്ങൾക്ക് തങ്ങാനുള്ള ഒരു സ്ഥലത്താണ്. ഞാനത് നോക്കി വായിച്ചത്. അപ്പോൾ അതുപോലെയുള്ളൊരു ചരിത്രത്തെ സൂക്ഷിക്കുന്ന ഒരു സംസ്കാരം, ശീലം ഇല്ലാതെ പോയതാണ് ഒരു വലിയ പ്രശ്നം. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ ചോദ്യത്തിൽ 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാണ്ട് അത് മറ്റ് ചോദ്യങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ട്.
പിന്നെ നമുക്കറിയാം ബ്രിട്ടീഷ് സൈന്യാധിപനായ ആർതർ വെല്ലസ്ലി നമുക്ക് ബ്രിട്ടീഷുകാരുടെ പഴശ്ശിരാജയുടെ ആത്മവീര്യത്തെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം വീരകേരളവർമ്മ പഴശ്ശിരാജയിലുള്ള രാജ്യസ്നേഹത്തിൻ്റെ ഗുണവും എന്തൊക്കെയോ ഗുണങ്ങൾ ബ്രിട്ടീഷുകാർ ഒരു ശത്രു തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണേണ്ടത്. അപ്പം വരും തലമുറയ്ക്ക് ഈ പഴശ്ശിരാജയിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും ചരിത്രങ്ങൾ നമുക്കെല്ലാം അറിയാം, പക്ഷെ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുണ്ട്. അതിൽ നജ്മ പറഞ്ഞ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വളരെ കാഷ്വലായിട്ട് സൂചിപ്പിച്ചെങ്കിലും കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരാണ്, അതായത് പഴശ്ശിരാജാവിൻ്റെ ശത്രുക്കളാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ നമ്മളെക്കാൾ കൂടുതൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തത്. നജ്മ പറഞ്ഞത് ശരിയാണ്. വെല്ലസ്ലി ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ആണ്, ലോകയുദ്ധം നയിച്ചൊരു വലിയൊരു നേതാവാണ്, സൈനിക യുദ്ധതന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് എല്ലാ കളികളും കളിച്ചിട്ടും വയനാട് നിന്ന് നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ ഭാഷ പറഞ്ഞാൽ വയനാടൻ കാട്ടിലെ പൊൻപുള്ളിമാൻ തൊടാൻ പോലും സാധിച്ചില്ല. 12 വർഷക്കാലം 1794 മുതൽ അല്ലെ 93 മുതലാണ് 1805 വരെയുള്ള ഒരു വ്യാഴവട്ടക്കാലം ബ്രിട്ടീഷ് ശക്തിയുടെ ആളും അർത്ഥവും ഒക്കെ വിപുലമാകുന്ന ശ്രമങ്ങൾ നടന്നു. അവസാനം ചതിയിലൂടെയാണ് പഴശ്ശി പിടിക്കപ്പെടുന്നത്. ഇവിടെയും എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിലൊരു തെളിവ് മാത്രം പറയാം. തോമസ് ഹാർവേ ബാബർ എന്ന സബ് കളക്ടർ, പഴശ്ശിരാജാവിനെ കൊന്നെന്ന് പറയപ്പെടുന്ന അദ്ദേഹം പഴശ്ശിരാജാവിൻ്റെ ഡെഡ് ബോഡിയുടെ ആദരവ് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ലാസ്റ്റ് സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കരിക്കുന്നത്. അവിടുന്ന് പുൽപ്പള്ളിയിൽ നിന്നും വയനാട്ടിലേക്ക് മാനന്തവാടിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തൻ്റെ പല്ലക്കിലാണ് പഴശ്ശിരാജാവിൻ്റെ ശവശരീരം കൊണ്ടുപോകുന്നത്. നമ്മളിവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, വേലുത്തമ്പി ദളവയ്ക്ക് എന്ത് സംഭവിച്ചു, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ത് സംഭവിച്ചു, കുഞ്ഞാലിമരക്കാർക്ക് എന്ത് സംഭവിച്ചു. കുഞ്ഞാലിമരക്കാരുടെ പോർച്ചുഗീസുകാരെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് ഒരു സ്ഥലത്ത് കുത്തി നിർത്തി. ഗോവയിലും കോഴിക്കോടും കണ്ണൂരൊക്കെ ആയിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തി നിർത്തി. ആത്മഹത്യ ചെയ്ത മണ്ണടിയിൽ ആത്മഹത്യ ചെയ്ത 1809 ആത്മഹത്യ ചെയ്ത വേലുത്തമ്പി ദളവയെ തൂക്കി ജനമധ്യത്തിൽ വെച്ച് തൂക്കി. അല്ലേ, നമ്മുടെ 1801 കണ്ണവത്ത് നമ്പ്യാരെ മകൻ കണ്ണനുണ്ണിയെ, ചെറിയ വയസ്സിലെ കണ്ണനുണ്ണിയും പൊതുജനമധ്യത്തിൽ വെച്ച് തൂക്കിലേറ്റി. വെടിവെച്ച് കൊന്ന തലക്കൽ ചന്തുവിനെയും പ്രദർശിപ്പിച്ചു തൂക്കി. പക്ഷേ പഴശ്ശിരാജാവിനോട് അങ്ങേയറ്റം ആദരവ് കാണിച്ചു. ബാബർ പറഞ്ഞിട്ടുണ്ട്, പരമ്പരാഗതമായ രാജാവായ അദ്ദേഹത്തിന് നൽകേണ്ടത് ബഹുമതിയാണിത്. ഈ കാര്യം ചെയ്തതിൽ എന്നോട് മേലധികാരികൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്നുള്ളൊരു കത്ത് അന്നത്തെ സബ് കളക്ടർ എഴുതുന്നുണ്ട്. തീർച്ചയായിട്ടും പഴശ്ശിരാജാവിനെ കൊടുത്ത റെസ്പെക്റ്റ് നമ്മളെക്കാൾ കൂടുതൽ ഈ യൂറോപ്പുകാരാണ്, ശത്രുക്കളാണ് കൊടുത്തത് നമുക്ക് തീർച്ചയായിട്ടും പറയാം. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം, എന്ത് സന്ദേശമാണെന്ന്, ഒരുപക്ഷെ അതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. പഴശ്ശിരാജാവ് ഒരു റൂളറാണ്, ഒരു ഭരണാധികാരിയാണ്. എങ്ങനെയാണ് ഒരു റൂളർ ആയിരിക്കണം എന്ന് പറയുന്നത് കാര്യം ഞാനിവിടെ ഒരു ആനുകാലികമായൊരു കാര്യം പറയും. നമ്മൾ മട്ടന്നൂരിൽ ഇപ്പോൾ ലിങ്ക്സ് മാൾ മുതൽ ഏതാണ്ട് ആശ്രയ ഹോസ്പിറ്റൽ വരെയുള്ള യാത്രയ്ക്ക് ഇന്ന് 1/2 കിലോമീറ്ററിന് 1/2 മണിക്കൂർ എടുക്കണം, അല്ലേ? വികസന വൈകല്യത്തിൻ്റെ വിഴുപ്പ് ചുമക്കാൻ ബാധ്യതപ്പെട്ട അധസ്ഥിതരാണ്, എന്താ പറയുക, അങ്ങനെ അടിമപ്പെട്ടവരാണ് നമ്മൾ മട്ടന്നൂരുകാർ. മട്ടന്നൂരുകാരുടെ പ്രതികരണശേഷിയില്ലായ്മയുടെ പ്രതീകമായിട്ടാണ് ഈ KSTPയുടെ റോഡ് പണികൾ ഇങ്ങനെ എഴയുന്നത്. കരാറുകാർക്ക് ന്യായീകരണങ്ങളുണ്ടാകും, ടെലിഫോൺ പോസ്റ്റും അല്ലെങ്കിൽ വാട്ടർ കണക്ഷനും ഒക്കെ ന്യായീകരണമുണ്ട്. പക്ഷേ സാധാരണ പ്രജകൾക്കൊരു സംശയമുണ്ട്, ഈ കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ പുതുക്കിപ്പണിയാൻ കോപ്പുകളില്ലാതെ എന്തിനാണ് റോഡുകൾ പൊളിച്ചത്? ഈ ഒരു ആനുകാലിക നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സംഭവം പഴശ്ശിയുടെ ചരിത്രമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് ഞാൻ പറയും. കാരണം പഴശ്ശിരാജാവ് KN കുറുപ്പ് ഒരു സെമിനാറിൽ പറഞ്ഞിരുന്നു, പഴശ്ശിരാജാവിൻ്റെ കാലത്ത് യാത്രാക്കരം എന്നൊരു കരമുണ്ടായിരുന്നു, ട്രാവലേഴ്സ് ടാക്സ്. കോട്ടയത്ത് ഒരാൾ വന്നാൽ, പുറമേ നിന്നൊരാൾ വന്നാൽ രാജാവിനെ കണ്ട് മുഖം കാണിച്ചൊരു നാണയം കൊടുക്കും, ഒരു പണം കൊടുക്കും. രാജാവ് ഒരാളെ വിട്ടുകൊടുക്കും, ഒരു സൈനികനെ വിട്ടുകൊടുക്കും. കോട്ടയത്ത് മുഴുവനും അദ്ദേഹം എത്ര ദിവസം സഞ്ചരിക്കണോ ആ ദിവസം മുഴുവൻ സഞ്ചരിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം പോവുക. നമ്മളിന്ന് വാഹനം ഓടിക്കുന്നവർ 15 വർഷത്തെ ടാക്സ് അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ് പിടിച്ചു വെക്കുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് യാത്രക്കാർക്ക് കൊടുക്കുന്നത്? ഇവിടെയാണ് പഴശ്ശിരാജാവിനെ പാഠം പഠിച്ചിട്ടില്ല ഭരണാധികാരികളെന്ന് പറയാൻ കാരണം. അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ നമ്മളുടെ അഡ്വാൻസ്, പഴശ്ശിരാജാവ് അഡ്വാൻസ് ആയിട്ടില്ല അങ്ങനെ ചെയ്യുന്നത്, അല്ലേ? ഒരു കാര്യം അതാണ്. മറ്റൊന്ന് പ്രജാക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണ്? 1786 ഇവിടെ സർദാർ ഖാൻ, ഹൈദരലിയുടെ സൈനികൻ സർദാർ ഖാൻ വന്ന് കലാപത്തെ അടിച്ചമർത്തും, വളരെ ക്രൂരമായിട്ട് അടിച്ചമർത്തുമ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന എല്ലാ നാടുവാഴികളും ജന്മിമാരും രാജകുടുംബാംഗങ്ങളൊക്കെ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തു. പോവാത്ത ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 26 വയസ്സുള്ള പഴശ്ശിരാജാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്, കാരണം രാജാവിൻ്റെ ജോലി രാജ്യം,
പറഞ്ഞിരുന്നു. അദ്ദേഹം തൻ്റെ കുറുമ്പ്രനാട് വീരവർമ്മയ്ക്ക് അധികാരം കൊടുത്തു. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ പൊന്നു തമ്പുരാനാണ് പഴശ്ശിരാജാവ്. ഈ പൊന്നു തമ്പുരാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവിതാംകൂറിലെ ബി നിലവറകളിൽ കണ്ടെടുത്ത ഈ ഹിരണ്യഗർഭം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സ്വർണ്ണത്തിൻ്റെ തോണിയാണത്. ഈ സ്വർണ്ണത്തോണിയിൽ പ്രത്യേക ലേപനത്തിൽ രാജാവ് മുങ്ങി കിടന്ന് നിവർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ വിളിക്കേണ്ട പേരാണ് പൊന്നു തമ്പുരാൻ. പക്ഷേ പഴശ്ശിരാജാവ് ഒരു സ്വർണ്ണഗർഭത്തിൽ മുങ്ങിയിട്ടില്ല. ജനങ്ങളുടെ മനസ്സിലെ സ്വർണ്ണഗർഭത്തിൽ മാത്രമാണ്. എല്ലാവർക്കും പൊന്നു തമ്പുരാണ്. നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെയും നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കളുടെ ഏതോ പിതാമഹന്മാരോ പ്രപിതാമഹന്മാരോ നമ്മുടെ വീടുകളിൽ രാത്രികാലങ്ങളിൽ നല്ല വൃത്തിയുള്ള പാത്രങ്ങളിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കി അടച്ചു വെക്കും. ചിലപ്പോൾ കുടിലുകളായിരിക്കും, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, അവർ പുറത്ത് അടക്കി വെക്കും. എന്തിനെന്ന് ചോദിച്ചാൽ രാത്രിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പഴശ്ശിപ്പടയാളി ഈ ഭക്ഷണം വന്ന് കഴിച്ചുകൊള്ളും. അപ്പോൾ അവർക്ക് യൂണിഫോം ഇല്ല, ശമ്പളമില്ല. പഴശ്ശിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ എല്ലാ കൃഷികളും വിത്തുകളും കന്നുകാലികളെയും നശിപ്പിക്കും ബ്രിട്ടീഷുകാർ. എന്നിട്ട് കൂടി പഴശ്ശിയുടെ പിന്നിൽ നിന്നു എന്നുള്ളത് പ്രജാക്ഷേമം എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് നമ്മൾ കാണണം. തീർച്ചയായും അത് പറയുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കാണുന്നതാണ് ഇത്തരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നടന്നു പോകുന്ന കാര്യങ്ങളാണ്. പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റോ ഒക്കെ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നാട് കാണുന്ന സംഭവമൊക്കെ നിങ്ങളില്ലെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വിഭിന്നമായി ഇന്നലെ കൂടി നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, മറ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള പോലത്തെ വികസനങ്ങൾ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് റോഡ് മാത്രമല്ല അടിസ്ഥാനപരമായ എല്ലാ മേഖലയിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അതുകൂടി ഓർമ്മപ്പെടുത്താൻ പഴശ്ശിരാജ എന്നുള്ള ആ ചരിത്ര വഴികളിലേക്ക് പോയപ്പോൾ നമ്മൾ അതിലേക്ക് കൂടി എത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടി അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ, എൻ്റെ ഒരു ഭരണപരിഷ്കാരിയാണ്. കാരണം ആദ്യകാലത്ത് പഴശ്ശിരാജാവ് ഇംഗ്ലീഷുകാരെ സഹായിക്കുന്നുണ്ട്. ഹൈദരലിയുടെ സർദാർ ഖാനെ തുരത്താൻ വേണ്ടി ഇംഗ്ലീഷുകാരെ സഹായിച്ചതിൻ്റെ പ്രതിഫലം പറ്റുന്നുണ്ട്. ഈ പ്രതിഫലം കൊണ്ട് അദ്ദേഹം ചെയ്തത് കർഷകർക്ക് വിത്തുകളും കാളകളും വാങ്ങിച്ചു കൊടുക്കലാണ്. വയനാട്ടിൽ നമുക്കറിയാം ഒരുപാട് കർഷക ആത്മഹത്യകൾ നടക്കുന്നൊരു ജില്ലയാണ് വയനാട്. എന്താണ് ഈ കർഷകരുടെ ആത്മഹത്യക്ക് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പല സർവ്വേകളിലും കണ്ടെത്തൊരു കാരണം, ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ കൊടുത്ത ആ വായ്പാ പണം കർഷകർ കാർഷികേതരമായ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃഷിയിൽ നിന്ന് ഉൽപ്പന്നമില്ല, അല്ലെങ്കിൽ കൃഷിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നു. പക്ഷേ പഴശ്ശിരാജാവ് ചെയ്തത് ഈ വിത്തും വളവും അതുപോലെ കന്നുകാലികളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവിടുന്ന് ഓടിപ്പോയവരെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. മാത്രമല്ല രാജാവ് അധികാരത്തിന് വേണ്ടി പിടിച്ചു തൂങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് കൊട്ടാരം തരാം, വർഷം തോറും മാലിക്കാൻ, അതായത് രാജ പെൻഷൻ തരാം, സുഖമായിട്ട് ജീവിക്കാം, അനുയായികളെ തരാം, ആയുധം തരാം, ആനകളെ തരാം, രാജകീയമായിട്ട് ജീവിക്കാം. ഒരു കാര്യം മാത്രം ചെയ്യണം, എന്ത്? നികുതി പിരിക്കുന്നതിൽ തടയരുത്. രാജാവ് കുറ്റേരി രാമനും മറ്റൊക്കെ എഴുതുന്നുണ്ട്, നികുതി കൊടുത്തു പോകരുത്, നിന്റെ നിര്യാണത്തെ കരുതിക്കൊള്ളുക. രേഖകളൊക്കെ അവൈലബിൾ ആണ്. അല്പം പോലും വെള്ളം ചേർക്കാത്ത തലശ്ശേരി പഴശ്ശി രേഖകൾ നമുക്കുണ്ട്. രാജാവ് വളരെ കർശനമായിട്ട് പറഞ്ഞു, ഒരു രൂപ പോലും കൊടുത്തു പോകരുത്, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക, അല്ലെങ്കിൽ നിര്യാണത്തെ കണ്ടുകൊള്ളുക, നിന്നെ കൊന്നുകളി തന്നെയാണ്. നികുതി കൊടുത്താൽ 1797 ശേഷം ഇവിടെ നികുതി നിഷേധിച്ചു. നമ്മൾ നികുതി നിഷേധ സമരങ്ങളൊക്കെ ജനകീയ സമരങ്ങളായിട്ട് വരുന്ന കാലത്താണ് രാജാവ് ഭരണാധികാരി നികുതി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ നികുതി നിഷേധ സമരം അവസാനിപ്പിച്ചാൽ പഴശ്ശിരാജാവിന് എന്ത് കിട്ടും? സുഖമായിട്ട് ജീവിക്കും. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. 1947 മെയ് 13 കോൺറാൾഡ് കോർഫീൽഡ് എന്നുള്ളൊരു ചരിത്രം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി, അവിടുത്തെ ബ്രിട്ടീഷ് രാജാവിനെ കാണാൻ വേണ്ടി. അദ്ദേഹം ഒരു പ്രതിനിധിയായിരുന്നു. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ സംഘടന ഇന്ത്യയിലായിരുന്നു. ചേംബർ ഓഫ് പ്രിൻസസ് എന്നാണ് അതിൻ്റെ പേര്, രാജകുമാരന്മാരുടെ ചേംബർ. അതിൻ്റെ പ്രതിനിധി അവിടെ പോകാൻ കാരണം ഏതാണ്ട് 500ഓളം മെമ്പേഴ്സ് ഉണ്ട് അതിൽ. ഇന്ത്യയിൽ അന്ന് 500-ലധികം നാട്ടുരാജാക്കന്മാരായിരുന്നു. അവരാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് ജീവാഹുതി നടത്തി അവസാനം മൗണ്ട് ബാറ്റൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ചു. ഓഗസ്റ്റ് 15 അധികാര കൈമാറ്റം തീരുമാനിച്ചപ്പോഴാണ് അതിന് കുറച്ച് മാസം മുമ്പേ ഇംഗ്ലണ്ടിൽ പോയിട്ട് നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, നെഹ്റുവിന് കോൺഗ്രസിന് സ്വാതന്ത്ര്യം കൊടുക്കരുത്, ഇനി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കൂ. ആർക്ക്? രാജാക്കന്മാർക്ക്. അവർക്ക് നഷ്ടപ്പെടാൻ സ്വർഗീയ സുഖമാണ്. 1 ടൺ ഭാരമുള്ള സ്വർണ്ണ സിംഹാസനത്തിന്മേൽ അവരിയ്ക്കുക. ഒരുപക്ഷെ പൊതുവായ വേദികളിൽ പറയാൻ കൊള്ളാത്ത ഒരുപാട് കാര്യങ്ങൾ ആ രാജകുമാർ ചെയ്തിരുന്നു. എൻ്റെ പ്രേക്ഷകർ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നൊരു പുസ്തകമുണ്ട്, അത് വായിച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. എത്രമാത്രം സുഖലോലുപമായ ജീവിതമാണ് അവർ നയിച്ചത്. അതിലാകെ അപവാദം കേരളീയ രാജാക്കന്മാരാണ്. കേരളത്തിലെ രാജാക്കന്മാർ പൊതുവെ പറയാം ഹാഫ് നേക്കഡ് ആൻഡ് ഹാഫ് സ്റ്റാർവ്ഡ് എന്നാണ്. അർദ്ധനഗ്നരും അർദ്ധപട്ടിണിക്കാരുമാണ്. വലിയ ഒരു സാമൂതിരിയുടെ വേഷം, ഒരൊറ്റ മുണ്ടും ഒരു ചെറിയ തലപ്പാവ് മാത്രമാണ്. പ്രജകൾക്ക് വേണ്ടി വയനാട്ടിലെ കണ്ടവൻകാട്ടിലൊക്കെ അട്ടകളുടെ കടികൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഈ യന്ത്രത്തോക്കുകൾക്ക് മുമ്പിലൂടെ അപകടകരമായ അവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത്.
പട്ടിണി കിടന്ന് പ്രതികൂല കാലാവസ്ഥയിലൊക്കെ രാജാവ് പോയി. എന്തിനു വേണ്ടി? നമ്മൾ സദ്ദാം ഹുസൈൻ്റെ ഒരു കഥ ഇവിടെ ഓർമ്മ വരികയാണ്. തൂക്കിക്കൊല്ലും മുമ്പ് അമേരിക്ക ചോദിച്ചു, തൂക്കിക്കൊല്ലാതിരിക്കാം, ഇറാഖിൽ പോകരുത്. സദ്ദാമിൻ്റെ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്, എനിക്ക് ജീവിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം. അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ ജീവിച്ച രാജ്യമാണ് നമ്മുടേത്. അവിടെയാണ് പഴശ്ശിരാജാവ് വേറിട്ട് നിൽക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദേശം. അധികാരം അല്ലെങ്കിൽ ആദർശം ഒരു അധികാരത്തിന് മുമ്പിലും കോംപ്രമൈസ് ചെയ്തുകൂടാ. യെസ്, അതാണ് അധികാരം ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും നിലവിലുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നിലവിൽ നമ്മുടെ ആ കോവിലകം സർക്കാർ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് മറ്റൊരു കാര്യം, ഈ സ്വാഭാവികമായിട്ടും ഈ പഴശ്ശിരാജയുടെ കുടുംബാംഗങ്ങൾ അതിൻ്റെ അവകാശികൾക്കാണ് സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനെ ഒരു സ്മാരകം ഉയരണമെന്നുള്ളത് അവർക്ക് കൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്വാഭാവികം ചെറിയൊരു ഉത്തരവാദിത്വം. അപ്പോൾ അവർക്ക് അത്ര കണ്ടില്ല, അവർക്കത് വിൽപ്പന നടത്തണം എന്നുള്ള താല്പര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. അവർക്ക് പണം ആവശ്യമാണ്. നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പറയുമല്ലോ, നഷ്ടപ്പെടുന്നത് അവരുടേതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരതിന് വിമുഖത കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അവരെ പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നമ്മളവിടെ നമുക്ക് പഴശ്ശി രാജാക്കന്മാരെ നമ്മൾ കുറ്റപ്പെടുത്താൻ ഒരിക്കലും പാടില്ല. കാരണം രാജ്യത്തിനു വേണ്ടി ജീവിച്ച് മരിച്ച ഒരു രക്തസാക്ഷിയുടെ പിൻഗാമികളാണ്. ഇങ്ങനെ വലിയൊരു ത്യാഗം ചെയ്ത രാജാവിന് അർഹമായൊരു പരിഗണന പോലും കൊടുക്കാത്തവരാണ് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറെ കാലത്ത് ഭരിച്ച എല്ലാ ഭരണാധികാരികളും. ഈ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മുടെ മട്ടന്നൂരിൽ പോലും കഴിഞ്ഞ തവണ ഇപ്പം ഭാസ്കരൻ മാഷ് ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് മാത്രമാണ്. ഇതുവരെ നമ്മളെല്ലാവരും പഴശ്ശിയെ മറന്നു. നമ്മള് മട്ടന്നൂർ ജയകേരള, അതെ, അത് തീർച്ചയായിട്ടും വളരെ. പക്ഷെ അന്ന് 2005 നമ്മൾ ആ പ്രതിമ ഉണ്ടാക്കിയത്. അന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് വെക്കാൻ സ്ഥലമില്ലായിട്ട് അതുകൊണ്ട് പെട്ട പാട് നമുക്ക് പിന്നീട് എത്രയോ വർഷം നമ്മൾ പത്രത്തിൽ വരികയും അങ്ങനെ മുഴക്കുന്നിൽ വെക്കാനുള്ള അവസരം തരികയും ചെയ്തു എന്നുള്ളതാണ്. അതുകൂടി ഓർമ്മിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമല്ല, ബാബക്കും കേട്ടിക്കണ്ടിക്ക് മാത്രമല്ല, നമുക്കും അതിൻ്റെ കാര്യങ്ങൾ അറിയാം. പക്ഷേ അന്ന് സഹിച്ച ത്യാഗത്തിനൊക്കെ എത്രയോ 10 മടങ്ങ് അതിൻ്റെ ആദരവ് ഇന്ന് കിട്ടി. മുഴക്കുന്നിൽ വലിയ ആകർഷകമായി നിൽക്കുകയാണ് പഴശ്ശിരാജാവിൻ്റെ പ്രതിമയെന്നും. അവിടെ വരുന്ന സിനിമക്കാരും മറ്റിപ്പോൾ ഭാഗ്യാന്വേഷികൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഹരിഹരനൊക്കെ വന്നിട്ട് അവിടെ പുഷ്പാർച്ചനയൊക്കെ നടത്തുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യത്തിലൊരു ത്യാഗം ഉണ്ടാകും. തീർച്ചയായിട്ടും ആ ത്യാഗം ചരിത്രപരമായ ഒരു ത്യാഗമാണെന്നാണ് എനിക്ക് കീറ്റിക്കണ്ടയോടും ബാബയോടും പറയാനുള്ളത്. 2014 ഭരണസമിതി തന്നെയാണ് നമ്മുടെ സ്മൃതി മന്ദിരമൊക്കെ ഉണ്ടാക്കിയത്. വലിയൊരു നേട്ടമാണ്. പക്ഷേ കുറേ പോരായ്മകളുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കാലത്ത് അങ്ങനെ ഒരു സ്മാരകം ഒരു തുടക്കം കുറിക്കാൻ തീർച്ചയായിട്ടും. അപ്പം ഇതിൻ്റെ അവകാശികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1805 ശേഷം അവിടെ ജീവിച്ചവരെ കുറിച്ച് പറഞ്ഞു. 1903 പഴശ്ശിക്കൂവലകം ഉണ്ടായി. നമുക്കറിയുന്ന ഒരു റൂളർ, നമ്മളിപ്പോൾ ഒരു ശങ്കരവർമ്മയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹമാണൊരു പ്രധാനപ്പെട്ട ഒരു പിൻഗാമി, ശങ്കരവർമ്മ. അപ്പോൾ ശങ്കരവർമ്മയാണ് രാജാവായി ഏറ്റെടുത്തതിന് ശേഷം. ശങ്കരവർമ്മയുടെ അമ്മ കുഞ്ഞുലക്ഷ്മി തമ്പുരാനാണ്, അമ്മ തമ്പുരാനാണ്. അവർക്ക് 3 മക്കളാണ്, ശങ്കരവർമ്മയും വീരവർമ്മയും അതുപോലെ ഗോപാലിക തമ്പുരാട്ടിയും. അപ്പോൾ ഇതിൽ വീരവർമ്മ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, മരുമക്കത്തായമാണ്. ഗോപാലിക തമ്പുരാട്ടിയുടെ 4 മക്കളുണ്ട്, 4 ആൺമക്കളാണ്. അതുകൊണ്ട് മരുമക്കളില്ല. ഇനി പഴശ്ശി കോവിൽ അവിടെ തീരുകയാണ്. രവിവർമ്മയും വീരവർമ്മയും നമ്മൾ രാജു എന്ന് വിളിക്കുന്ന അങ്ങനെ 4 പേരിൽ 2 പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവർ 2 പേരും കണ്ണൂരല്ല, തെക്കൻ കേരളത്തിലാണ്, തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെയാണ് താമസിക്കുന്നത്. ഒരാൾ രവിവർമ്മ കോളേജിൽ ലെക്ചറായിട്ട് വിരമിച്ചയാളാണ്. മറ്റേ കേരളവർമ്മ വിജയ ബാങ്ക് മാനേജറായിട്ട് വിരമിച്ചയാളാണ്. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ കുടുംബ കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് പഴശ്ശിയിലേക്ക് വരാനുള്ള സാവകാശമൊന്നുമില്ല തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇത് അനാഥമാവുന്നു. പിന്നെ അവർക്ക് വന്ന് പരിപാലിക്കാനും കൊണ്ടുപോകാനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവരത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നത്. കാരണം പഴശ്ശിയുടെ ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഒരു കാര്യം എന്നുള്ളതിൽ ഡിസ്പോസ് ചെയ്യാൻ ആലോചിച്ചു. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാസ്കരൻ മാഷ് നഗരസഭ ചെയർമാനായിരിക്കുന്ന സമയത്ത് അതിൽ ഇടപെടലുകളുണ്ടായി. ഗവൺമെൻറ്റിനെ കുറിച്ച് കൊണ്ട് ഏറ്റെടുക്കാനുള്ളൊരു ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ തലശ്ശേരി പൈതൃക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പ്രാവർത്തികമാവാത്ത പ്രഖ്യാപനമാവാതിരിക്കട്ടെ ഇതെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ അത് സംബന്ധിച്ചു. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ ആശങ്കയ്ക്ക് കുടുംബത്തിന് അതെ അവർ പ്രതീക്ഷിക്കുന്നതൊക്കെ അവർക്കിപ്പോൾ പഴശ്ശിയുടെ ഒരു പൈതൃകം കൊണ്ട് നടന്നിട്ട് ഇപ്പോൾ അവരിപ്പം പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ അതിനെ കൊണ്ട് കാര്യമില്ല.
പിന്നെ അവരതിൻ്റെ കോമ്പൻസേഷനാണ്, അതിൻ്റെ ഭൂമിയുടെ വിലയും കെട്ടിടത്തിന് കാര്യമായ വിലയൊന്നും ഉണ്ടാകും, അതിലെ ഭൂമിയുടെ വിലയാണ്. ന്യായമായൊരു പ്രതിഫലം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ഇത് കൊടുക്കും. കാരണം ഭാസ്കര മാഷിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം തിരുവനന്തപുരത്ത് പോകുന്നുണ്ടായിരുന്നു. പഴശ്ശി കോവിലകം സംരക്ഷണ സമിതി എന്നുള്ള രൂപീകരിച്ചിട്ട് തിരുവനന്തപുരത്ത് പോവുകയും ഈ രവിവർമ്മയും കേരളവർമ്മയും മുഖ്യമന്ത്രിയെയും അന്നത്തെ സാംസ്കാരിക മന്ത്രി ശ്രീ കെ ബാലൻ, അതുപോലെ നമ്മുടെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ലഭിച്ച ഉറപ്പ് അനുസരിച്ച് ഇവർക്ക് ഒരു തൃപ്തികരമായ ഒരു കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് തന്നെ കോവിലകം ഏറ്റെടുക്കുന്നുള്ളതാണ്. പിന്നീട് കുറേ കാലത്തേക്ക് കാര്യമൊന്നും നടന്നില്ല. ഈ അടുത്ത കാലത്താണ് ചില ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നേറ്റം മാത്രമേ അതാണ് വരേണ്ടതുള്ളത്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കാതെ, പിന്നെ അവകാശത്തിന് വേണ്ടി ഗർജിച്ച കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി വെറും ഒരു ഭരണാധികാരി മാത്രമല്ല, കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രാജാവാണ് കേരളവർമ്മ. അത് മനസ്സിലാക്കണമെങ്കിൽ കോട്ടയത്തെ 1102 ഹരിശ്ചന്ദ്ര പെരുമാൾ രാജ്യം തുടങ്ങുന്നത്, 1000 കൊല്ലത്തിന് മുമ്പേ. ഈ 1000 കൊല്ലക്കാലത്തെ പാരമ്പര്യമുള്ള ഈ കോവിലകത്ത് ചരിത്രത്തിൽ ഇടം നേടിയ 4 പേരേ ഉള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് കാര്യമായ അറിവില്ല. ഈ 4-ൽ 3 പേര് കേരളവർമ്മമാരാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ കോവിലകത്തിന് പേരുകൾ വളരെ പരിമിതം. ആണുങ്ങൾക്ക് ശങ്കരവർമ്മ, കേരളവർമ്മ, വീരവർമ്മ, രവിവർമ്മ 4 പേരുകളാണ്. സ്ത്രീകൾക്ക് ഉമ, ഗോപാലിക, കുഞ്ഞലക്ഷ്മി, ഇത്രയേ ഉള്ളൂ. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മകനും മകൻ്റെ മകനൊക്കെ ആ പേരുകൾ വരും. ഈ കേരള പ്രത്യേകതയില്ല. അപ്പോൾ ഇതിൽ ഈ കേരളവർമ്മ, നമുക്കറിയുന്ന കേരളവർമ്മ 1645 മുതൽ 1696 വരെ ജീവിച്ച ഒരു കേരളവർമ്മയുണ്ട്. അദ്ദേഹം അദ്ദേഹം രാമായണത്തിനൊരു ട്രാൻസ്ലേഷൻ കൊടുത്ത ഒരാളാണ്. യാത്രാപ്രിയനാണ്. ഇവിടെ തൻ്റെ കേരളവർമ്മ ഇപ്പോൾ ഇളയാളായിരിക്കും. ശങ്കരവർമ്മയാണ് മൂത്തയാൾ. അങ്ങനെ ആ മൂത്ത കുട്ടിക്ക് ശങ്കരവർമ്മ എന്നവർ പേരെടുക്കുക. അപ്പോൾ തന്നെ രാജാവാക്കുന്നതിൽ തടസ്സം നിന്ന മന്ത്രിയെ കൊന്നപ്പോൾ അമ്മ റാണി പശ്ചാത്താപമായിട്ട് നാട് യാത്ര ചെയ്യണം, തീർത്ഥയാത്ര ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തു. അതിനൊക്കെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്, ഒരു ചമൽക്കാരത്തോടുകൂടിയുള്ള കഥകളുണ്ട്. നമുക്കതിലേക്ക് പോകുന്നില്ല തൽക്കാലം. തിരുവിതാംകൂറിലേക്ക് പോയി. ഉമയമ്മ റാണി നമുക്കറിയാം. ഉമയമ്മ റാണിയെ 8 വീട്ടിൽ പിള്ളമാരുടെയൊക്കെ ശത്രുതയിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ താമസിച്ചു. 1696 കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ദുരാചാരങ്ങൾ, അനാചാരങ്ങളായ മണ്ണാപ്പേടിയും പുലപ്പേടിയും നിരോധിക്കുന്നത്. മണ്ണാന്മാരെയും പുലയന്മാരെയും കണ്ട് അവർ പേടിക്കുന്നൊരു ശീലമുണ്ടല്ലോ, അത് നിരോധിക്കുന്നത് ഇദ്ദേഹമാണ്, കോട്ടയം കേരളവർമ്മയാണ്. അദ്ദേഹമാണ് യഥാർത്ഥ കലാകാരൻ. പാതാള രാമായണവും വാത്മീകി രാമായണവും, അത് സുന്ദരകാന്ഡം വരെയുള്ളൂ. പിന്നെ ഭീഷ്മോപദേശം തുടങ്ങിയ ഒരുപാട് 10ഓളം കൃതികൾ എഴുതിയത് ഈ കേരളവർമ്മയാണ്. ഉള്ളൂരിൻ്റെ ഉമാകേരളം മഹാകാവ്യം ഉണ്ടല്ലോ, അതിൽ ഉമയമ്മ റാണിയും കേരളം കേരളവർമ്മയാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മരുമകനോ അനുജനോ എന്ന് സംശയമുണ്ട്. 1670 ജനിച്ച് 1720 മരിച്ച വിദ്വാൻ തമ്പുരാൻ. അതാണ് കഥകളി തമ്പുരാൻ. അദ്ദേഹം ഒരു കലാകാരനാണ്. 4 ആട്ടക്കഥകൾ, കൃമീരവധം, കാലകേയവധം, ഭഗവതം, കല്യാണ സൗഗന്ധികം, 4 ആട്ടക്കഥകൾ എഴുതിയ വിദ്വാൻ തമ്പുരാൻ. അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ സംഘടനയുടെ ഐതിഹ്യമാലിൽ അദ്ദേഹത്തെക്കുറിച്ച് രസകമായൊരു കഥയുണ്ട്. മുഴക്കുന്നിൽ കുമാരധാരയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്, അതിലേക്കും ഞാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു നടൻ കൂടിയായിരുന്നു. നടനുമാണ്, ആട്ടക്കഥാകാരനാണ്. മൂന്നാമത്തെ ആളാണ് നമ്മുടെ 1753 ജനിച്ച് 805 മരിച്ച കേരളവർമ്മ. അദ്ദേഹം കലാസ്വാദകനായിരിക്കും. പക്ഷെങ്കിൽ ഒരുപക്ഷെ ഭഗവതത്തിൽ കാടേ നമുക്കിനി ഗതി എന്നുള്ളൊരു പദമുണ്ട് കേരളവർമ്മയുടെ. അത് പഴശ്ശിരാജാവിൻ്റെതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പലരും. ആ തെറ്റിദ്ധാരണ ഒരുപാട് കാലത്തോളം നമ്മുടെ സാഹിത്യ ലോകത്തിന്, നമ്മുടെ മട്ടന്നൂരിലെ ബഹുമാനപ്പെട്ട CG നായരൊക്കെ അത് വളരെ കൃത്യമായിട്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആട്ടക്കഥാകാരനല്ല, കവിയല്ല, പക്ഷേ കലാസ്വാദകനായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഭാഗം ഈ പഴശ്ശിരാജാവിൻ്റെ ഈ കേരളസിംഹം നമ്മുടെ സർദാർ KM പണിക്കരാണ് ആ പേര് കൊടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാവ്യങ്ങളും കൃതികളും കവിതകളും ഇപ്പോഴടുത്ത കാലത്ത് 2 സിനിമകൾ വന്നു, ഡോക്യുമെൻ്ററികളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ചരിത്രപരമായ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സമയം ഒരുപാട് വേണ്ടതാണ്. കാരണം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതിൽ കുറേ അറിയാമെങ്കിലും കുറേ അറിയാത്തതുമാണ് ആദ്യമായി കേട്ടതാണ്. പക്ഷെ അത് ഇനി അങ്ങോട്ടുള്ള ഇത്തരം പരിപാടികൾക്കകത്തും അതുപോലെ പൊതുസമൂഹത്തിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഗുണകരമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് മട്ടന്നൂരിൻ്റെ ഒരു ചരിത്രം ചെയ്യണമെന്ന് ഒരു ആവേശം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം നമുക്കത് മട്ടന്നൂരിനെ കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച് അറിയാനുള്ള അവസരം കൂടി നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം നമ്മൾ പൊതുവെ നമ്മുടെ സുഹൃത്തായ കിരിമലിയോടൊക്കെ പറയുന്നത് പോലെ ഇവരുടെയൊക്കെ ഉള്ളിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് പുറത്ത് കൊണ്ടുവരാൻ വെറുതെ പറഞ്ഞ കാര്യമില്ല. ഇങ്ങനെ ഒരു ഫയലായി പുറത്ത് വന്നാൽ മാത്രമേ ഇവരുടെ അറിവുകൾ നമ്മുടെ സമൂഹത്തിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കൂ. ചരിത്രപരമായി സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ ചരിത്രങ്ങളും നമുക്ക് ആവേശം പകരുന്നതാണ്. അപ്പോൾ ഇത്തരം സ്മാരകങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരം
സ്മാരകങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ സ്മാരകങ്ങൾ നമുക്കൊരു ആവേശമാണ്. ഇങ്ങനെയൊക്കെ ചരിത്രപരമായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ഇവിടം വരെ എത്തിയത് എന്നുള്ള ബോധ്യവും നമുക്ക് ഉണ്ടാകാൻ ഇത്തരം ചരിത്ര അന്വേഷണം വഴിവെക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വാഭാവികം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത്തരം ചരിത്രബോധം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ചരിത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവസാനമായി എന്താണ് പറയാനുള്ളത് കൂടി ചോദിച്ച് പിന്നെ പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം പരിപാടികളുമായി നമ്മൾ വീണ്ടും വരും. പക്ഷേ ഇതൊരു ചരിത്രപരമായ ഒരു യാത്രയായതുകൊണ്ട് തന്നെ ചിലർക്ക് മടിയായിരിക്കും, കേൾക്കാൻ സുഖമുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും ഇത് രേഖപ്പെടുത്തേണ്ടതാണ്. എത്രയോ വർഷം കഴിഞ്ഞാലും അല്ലേ ഒരു പുസ്തകമായി ഇത് നമ്മുടെ ഈ മീഡിയക്കകത്ത് ഇങ്ങനെ കിടക്കും. ആ അറിവ് നമുക്ക് വലിയ അനുഭവമായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. ഒരു ഉപസംഹാരമായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നമ്മൾ മട്ടന്നൂർ ഒരു എയർപോർട്ട് സിറ്റിയാണ്. നമ്മുടെ ലോക മാപ്പിൽ മട്ടന്നൂർ സ്ഥാനം കിട്ടിക്കഴിഞ്ഞു. മട്ടന്നൂരിലേക്ക് വന്നിറങ്ങുന്ന നമ്മുടെ സ്വദേശീയരും വിദേശീയരുമായ ആളുകളൊക്കെ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. ചിലർ ടൂറിസ്റ്റുകളായിരിക്കും, ചില ചരിത്രാന്വേഷികളായിരിക്കും. അവിടെ നോക്കുമ്പോൾ മട്ടന്നൂരിൻ്റെ ഒരു ചരിത്ര പ്രധാനപ്പെട്ട സ്ഥലം ഏതെന്ന് ഒരു പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ അറിയുക ചിലപ്പോൾ അവർക്കായിരിക്കും. അപ്പോൾ പഴശ്ശിയുടെ ഒരു മട്ടന്നൂരിനേക്കാൾ കൂടുതൽ പ്രസിദ്ധമായ തിരക്ക് പിടിച്ചൊരു നഗരം പഴശ്ശിയായിരുന്നു ഒരു കാലത്ത്. അത് പിന്നീട് മട്ടന്നൂർ തങ്ങളുടെയൊക്കെ കാലത്തോടു കൂടിയാണ് മട്ടന്നൂരിന് പ്രാധാന്യം കൂടുകയും പഴശ്ശിയുടെ പ്രാധാന്യം കുറയുകയും ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മട്ടന്നൂരിൻ്റെ കലാപൈതൃകം കൊണ്ട് നമ്മുടെ ശങ്കരൻ്റെ നാടാണ്, മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നാടാണല്ലേ, സലീം അഹമ്മദ്, അങ്ങനെ ഒരുപാട് പിന്നെ അജയകുമാറൊക്കെയുള്ള ഒരുപാട് സാംസ്കാരിക അല്ലെങ്കിൽ ഭരണതരത്തിലുള്ള ആളുകളൊക്കെയുള്ളൊരു പ്രദേശം കൂടി തന്നെയാണ്. ബാബ പറഞ്ഞ പോലെ ഒരു വലിയൊരു സാംസ്കാരിക ചരിത്രപരമായ ഒരു പശ്ചാത്തലം നമുക്ക് തീർച്ചയായിട്ടും വേണം. ഇത് ഒരുപാട് നേരം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ആധികാരികമൊന്നുമല്ല. ഒരുപക്ഷെ 1996 തോന്നുന്നു മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് അവരെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരു സൊവനീർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചരിത്രങ്ങൾ അന്വേഷിക്കണമെന്ന് എന്നോട് അന്നത്തെ പ്രസിഡന്റ് സി എം ബാലകൃഷ്ണൻ പേര് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടാണ് ശങ്കരവർമ്മ രാജാവിനെ കാണുന്നത്. ശങ്കരവർമ്മയായിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാതെ ഈ അഭിമുഖം തീരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1996 അദ്ദേഹത്തിൻ്റെ മരണം വരെ 2011 വരെ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനും കൂടെ നിൽക്കാനും ലഭിച്ചതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 10 വർഷം സെക്രട്ടറി ആയിക്കൂടിയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. ശങ്കരവർമ്മ നമുക്ക് നേരത്തെ പറഞ്ഞ 4 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ 3 കേരളവർമ്മമാർ ജീവിച്ചത് 51, 53 വർഷം മാത്രമാണെങ്കിൽ തമ്പുരാൻ ശങ്കരവർമ്മ 91 വയസ്സ് വരെ ജീവിച്ചിരുന്നു. മറ്റുള്ളവരുടെ മേഖലയിൽ നിന്ന് വ്യത്യസ്തമാണ്. സാഹിത്യമല്ല, അതുപോലെ യുദ്ധമല്ല, സംഗീതമാണ്. ചെമ്പൈ ഭാഗവതരുടെ ശിഷ്യനാണ്. പഴശ്ശിയിൽ ചെമ്പൈയും കോവിലകത്ത് തമ്പുരാനും തമ്മിൽ ഒരുപാട് കച്ചേരികൾ നടത്താറുണ്ട്. ചെമ്പൈ ആരാണെന്ന് അറിയാത്ത നാട്ടുകാർ കോവിലകത്തൊക്കെ ചൂട്ട് വെളിച്ചം കാണിച്ചു കൊടുക്കുമ്പം ആരാണ് നിങ്ങൾ, ഞാൻ പാട്ടുകാരൻ, എന്നാൽ പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന് പാടുമെന്നൊക്കെ ചോദിച്ചൊരു സംഭവമൊക്കെ തമ്പുരാൻ പറയാനുണ്ടായിരുന്നു. തമ്പുരാൻ്റെ ഒരുപാട് കഥകൾ അദ്ദേഹം പറഞ്ഞ അറിവ് ആണ് ഒരുപക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. തമ്പുരാൻ ശങ്കരവർമ്മ ജനിച്ചത് ഒരു വലിയ നിയോഗത്തിനാണെന്ന് കരുതുകയാണ്. 1805 മരിച്ച പഴശ്ശി രാജാവിനെ പുൽപ്പള്ളിയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം അവിടെ കല്ലുകൾ കൊണ്ട് വട്ടത്തിലൊരു കിണർ പോലെ ഒരു സ്ഥലമാണുള്ളത്. അന്വേഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് കിണറിൽ ഒരാളെ സംസ്കരിക്കുക? മനസ്സിലായത് പല്ലക്കിൽ ഇരുത്തിക്കൊണ്ട് ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്. അപ്പോൾ പല്ലക്കിൽ ഒരുപാട് നാഴികകളോളം നടന്നു വരുമ്പോഴേക്കും മാനന്തവാടിയിൽ ഇറക്കുമ്പോൾ ആ കുനിഞ്ഞിരുന്ന രൂപത്തിൽ തന്നെയാണ് ബോഡി ഉള്ളത്. അതുകൊണ്ട് അതേപോലെ അവിടെ വെച്ച് ചെറിയൊരു കിണർ പോലെ കല്ല് വെച്ച് അവിടെ സ്ഥാപിച്ചു. അതാണ് പിന്നീട് ഇന്ന് വലിയ രീതിയിൽ വികസിച്ചൊരു സ്മാരകം തന്നെയാണ് പഴശ്ശി സ്മാരകം. പക്ഷെ അന്ന് കണാരമേനോനും ഒരുപാട് ബ്രാഹ്മണരൊക്കെ കൊണ്ടുവന്നിട്ട് ശേഷക്രിയകൾ ചെയ്തെങ്കിലും തമ്പുരാൻ്റെ ആത്മാവ് ഗതി കിട്ടിയിട്ടില്ല എന്നാണ് വിശ്വാസം. അത് ശങ്കരവർമ്മ പഴശ്ശി രാജാവും കോട്ടയം രാജാവും അതിന് ശേഷം 1963 നിർവഹിച്ചു. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പഴശ്ശിരാജാവിൻ്റെ ആത്മാവിനെ കുടിയിരുത്തി ആരാധിക്കുന്ന ഒരു അമ്പലം മട്ടന്നൂർ പഴശ്ശിയിലുണ്ട്. ശങ്കരവർമ്മയുടെ വീട് ശ്യാമകൃഷ്ണ വിഹാറിലൊരു ചെറിയ കോവിലിൽ പഴശ്ശിരാജാവിനെ ആരാധിക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ അനുസ്മരണ വേദിക്ക് അവിടെ പുഷ്പാഞ്ജലി നടത്താനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ശങ്കരവർമ്മ ഒരു സംഗീതജ്ഞനാണ്. ഒരുപക്ഷെ തെക്കൻ മേഖലകളിലായിരുന്നു തമ്പുരാനെങ്കിൽ സിനിമക്കാരും രാഷ്ട്രീയക്കാരൊക്കെ നിരന്തരം വന്ന് കാണുന്ന ഒരു വലിയ പ്രതിഭയാകുമായിരുന്നു. അദ്ദേഹം ഈ കുറുക്കന്മാർ കൂടുന്ന പഴശ്ശിക്കുന്നിലെ ഒരു ഒറ്റപ്പെട്ട വീട്ടിലിങ്ങനെ കഴിഞ്ഞു. പഴശ്ശിരാജാവിൻ്റെ ചരിത്രം ഉള്ളിൽ വളരെ ആവേശമായിട്ട് അദ്ദേഹത്തിന് കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഒരുപാട് കാഞ്ഞങ്ങാട് ശ്രീനിവാസനൊക്കെ അദ്ദേഹത്തിൻ്റെ സംഗീത എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ ശൈലജ തമ്പുരാൻ, അതെ, മുഹമ്മദ് അലിയൊക്കെ ശിഷ്യനാണ്.
ശൈലജ തമ്പുരാനും അവരുടെ ഭർത്താവ് വിജയകുമാർ മാഷും മാത്രമാണ് ഇപ്പോഴും ഈ തമ്പുരാൻ്റെയും അവരുടെ കാരണവരുടെയൊക്കെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരുപാട് നല്ല ഗാർഡനുണ്ട്, പൂക്കളുണ്ട്. ആ പൂക്കളൊക്കെ ഈ തമ്പുരാന് അർച്ചന ചെയ്യാനുള്ള പൂക്കളുമായിട്ട് അവരിന്നും കഴിയുകയാണ്. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് പലർക്കും അറിയില്ല പഴശ്ശിയുടെ ബാക്കി ഉള്ളവർ ആരൊക്കെയാണ്, പഴശ്ശിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു തമ്പുരാനുണ്ട്. അവരുടെ പേര് ശൈലജ തമ്പുരാനാണ്. അവരുടെ അച്ഛനാണ് ശങ്കരവർമ്മ തമ്പുരാൻ, ഏറ്റവും ഒടുവിലത്തെ പഴശ്ശിരാജാവ്. ഈ പഴശ്ശിരാജാവിന് ശേഷക്രിയ ചെയ്യാനാണ് ശങ്കരവർമ്മ ജനിച്ചതെന്ന് വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു മരുമകനുണ്ടായിരുന്നു. മരുമക്കൾ ഈ ശങ്കരവർമ്മയ്ക്ക് ശേഷക്രിയകൾ ചെയ്തു. പക്ഷേ മരുമക്കൾക്കിനി മരുമക്കളില്ല. ഇതോടെ പഴശ്ശി പടിഞ്ഞാറേ കോവിലകം അസ്തമിക്കുകയാണ്. ഇനി കോട്ടയത്തെ കിഴക്കേ കോവിലകത്തിലും ഒരു പെൺകുട്ടിയുണ്ട്. അവരുടെ കാലശേഷം കിഴക്കേ കോവിലകം അവശേഷിക്കും. അപ്പോൾ കോട്ടയം കോവിലകം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ വിസ്മൃതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സ്മാരകങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കല്ലിലും മണ്ണിലും ഒന്നുമല്ല സ്മാരകം വേണ്ടത്, നമ്മുടെ ഉള്ളിലാണ്, സ്മരണകളിലാണ് സ്മാരകം ഉണ്ടാവേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുറച്ച് നേരത്തിലെ സംഭാഷണങ്ങൾ നിങ്ങളുടെ ചിലരുടെയെങ്കിലും ഉള്ളിൽ പഴശ്ശിയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചുവെങ്കിൽ ഞങ്ങളുടെ ഈ കൂടി ഇരിക്കൽ ഫലവത്തായി എന്ന് വിശ്വസിക്കുകയാണ്. അക്ഷരശുദ്ധിയില്ലാത്ത നാവിൽ അബദ്ധങ്ങൾ എന്തെങ്കിലും വന്നു പോയെങ്കിൽ സദ്യം ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ബാവക്കും നജ്മക്കും എല്ലാ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സമയം ഞങ്ങളോട് സഹകരിച്ചതിന് കൃഷ്ണകുമാർ കണ്ണത്തിനോട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇനി ആ പാരമ്പര്യത്തിൽ മുരുക്കൾ ഇല്ല അല്ലേ, മുരുക്കളില്ലാത്ത രീതിയിലാണ് വരുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ പഴശ്ശിരാജ പറഞ്ഞ പോലെ സാധാരണക്കാരായ ആളുകളെയൊക്കെ ചേർത്ത് നിർത്തിയ ഒരു പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. സ്വാഭാവികമായും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിനകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ആ ചരിത്രം ആവേശമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള വലിയ പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. സ്മാരകം അനിവാര്യമാണ്. അത്തരം സ്മാരകങ്ങൾ ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹം. നന്ദി.